63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനമാണ്. ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഇന്ന് കഴിഞ്ഞ് നാളെ പകൽ പൂർത്തിയാകുമ്പോൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കാണികളുടെ ഭാഗത്ത് നിന്ന് ഒരു കുറവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എന്ത് മേള വെച്ചാലും തിരുവനന്തപുരത്തുകാർ സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ കനകക്കുന്നിൽ ഏത് മേള വന്നാലും അതുവഴി വാഹനത്തിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് നീണ്ട നിരയാണ് എത്താറുള്ളത്. പക്ഷെ കലോത്സവം വന്നിട്ട് പ്രധാന വേദിയിൽ പോലും പകുതിയിൽ കൂടുതൽ പേർ കസേരകളിൽ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്, സംശയമുണ്ട്. എന്തുകൊണ്ട് എന്നറിയില്ല. ചിലപ്പോൾ ജോലി തിരക്കുകളാകാം. പക്ഷേ ഏറ്റവും ആകർഷണീയമായ സംഘനൃത്തം നടന്ന ഞായറാഴ്ച അവധി ദിവസമാണെന്ന് ആലോചിക്കണം. ശനിയാഴ്ച പോലും ഈ വേദി നിറഞ്ഞു കണ്ടില്ല എന്നത് ഒരു ശരി. അപ്പൊ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, ഇന്നും കൂടി ചേർത്ത്. അതുകൊണ്ട് തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലേ, നമ്മൾ മത്സരിക്കുക എന്നതല്ല, അവരെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാനുമായി തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും വേദികളിലേക്ക് ഒഴുകിയെത്തുക എന്ന് കൂടി നമുക്ക് പറയാം. ഇന്നും നാളെയും ഉറപ്പായും നിങ്ങൾ എത്തണം. വലിയൊരു കലാമേള, കലോത്സവം, അത് ദയവ് ചെയ്ത് മിസ്സാക്കരുത്. അതായത് നമ്മുടെ നാട്ടിൽ തലസ്ഥാനത്ത് വന്നിട്ട് അത് കണ്ടില്ല എന്ന് ഇനി ഒരിക്കലും പറയരുത്. എല്ലാവരും വരണം. ഈ മേള 2 ദിവസം കൊണ്ട് വലിയ വിജയമാക്കി തീർക്കണം. കുട്ടികൾ തകർത്താടുന്നുണ്ട്, തിമിർക്കുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർ കൂടി എല്ലാവരും എത്തിച്ചേർന്ന് ഈ മേളയെ ഒന്ന് വലിയ വിജയത്തിൽ എത്തിപ്പിക്കണം. ശരി, അപ്പോൾ നമുക്ക് കലോത്സവ വാർത്തകളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാന വാർത്ത HMV വൈറസ് രോഗബാധയിൽ പ്രതിരോധം ശക്തമാക്കി കേരളം. ഗർഭിണികൾ, കുട്ടികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കണം. നിരീക്ഷണത്തിന് ആരോഗ്യ വിദഗ്ധരുടെ പ്രത്യേക സംഘം. ബെവറേജസ് കോർപ്പറേഷനിലെ സ്ഥലം മാറ്റ ഉത്തരവിന് പുല്ലുവില. തീയതി കഴിഞ്ഞിട്ടും ഉത്തരവ് പാലിക്കാതെ CITU, AITUC സംസ്ഥാന നേതാക്കൾ. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കുടുംബാംഗങ്ങളെ സ്വാധീനിക്കാൻ നേതാക്കളുടെ ശ്രമം. ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ സത്യമെന്ന കുടുംബം. MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ BJP. ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കുടുംബം. SIT അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ബന്ധു ജനം TVയോട്. LDFിന് പിന്നാലെ തീവ്ര ഇസ്ലാമിക സംഘടനകളെ ഒപ്പം നിർത്താൻ UDFും. PV അൻവറിനെ മുന്നണിയിലെത്തിക്കുന്നത് SDPI വോട്ടുകൾ ലക്ഷ്യമിട്ട്. കേരള കോൺഗ്രസ് എമ്മിനെയും വെൽഫെയർ പാർട്ടിയെയും വലയിലാക്കാനും ശ്രമം. തിരുവനന്തപുരം ബാലരാമപുരത്ത് റോഡിൽ സ്റ്റേജ് കെട്ടിയ കേസിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടും പോലീസിന്റെ ഒലിച്ചുകളി. റൂറൽ SP ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ പേരിൽ കേസെടുക്കുന്നത് എങ്ങനെയെന്ന ആശങ്കയിൽ പോലീസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ ജനകീയ ഇനങ്ങൾ കാണാൻ സഹൃദയർ. കലോത്സവത്തിന് നാളെ കൊടിയിറങ്ങും. ശരി, ഏതായാലും കൃഷ്ണൻ, നമ്മൾ പതിവ് തെറ്റിക്കുന്നില്ല. നമ്മൾ എപ്പോഴും പുത്തൻ പുലരിയിൽ ആദ്യം സന്നിധാനത്തേക്ക് പോയി ഐശ്വര്യമായിട്ടാണ് തുടങ്ങാറ്, അല്ലെ? ഇന്നും ആ ഒരു പതിവ് തെറ്റിക്കാൻ നമുക്ക് കഴിയില്ല. ആദ്യം നമ്മൾ സന്നിധാനത്തേക്ക് പോവുകയാണ്. ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി.
Golconda, Gold, Diamond, Gems. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ in association with മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശരി, നമ്മൾ സന്നിധാനത്തേക്ക് പോകുമ്പോൾ കൃഷ്ണൻ ഇനി 7 നാളുകൾ മാത്രമാണ് ആ അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ളത് അല്ലേ? മകരജ്യോതി തെളിയാൻ ഇനി ഒരാഴ്ച മാത്രം. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഭക്തജന തിരക്ക് കൂടും, ഒരു സംശയവും വേണ്ട. ഈ മകരവിളക്ക് കാലം അയ്യനെ കണ്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ടാകും. അങ്ങനെ ഭക്തജന തിരക്ക് ഏറുകയാണ്. 1 ലക്ഷത്തോടടുത്ത് 1 ലക്ഷത്തിന് പുറത്തും ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ. അഖിൽ പാലോട്ട് മഠം ഒപ്പം ചേരുന്നുണ്ട്. അഖിൽ, അത് തന്നെയാണ് ചോദ്യം, ഭക്തജന തിരക്ക് എങ്ങനെ? കൃഷ്ണരാജ്, ദേവിക, സ്വാമി ശരണം. ശബരിമലയിൽ ഭക്തജന തിരക്ക് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്, അയ്യപ്പ ഭക്തരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഏകദേശം പമ്പ വഴി മാത്രം അയ്യപ്പ ദർശനത്തിനായി എത്തിയിട്ടുള്ളത് 92,715 പേരാണ് പമ്പ വഴി മാത്രം അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തിയത്. അതായത് 1 ലക്ഷത്തേക്ക് അടുക്കാൻ ഇനി കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയ ആൾക്കാരുടെ എണ്ണമാണ്. വലിയ ഒരു 1/4 ലക്ഷത്തോളം അടുപ്പിച്ച് അയ്യപ്പ ഭക്തരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ അയ്യപ്പ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. 25,449 അയ്യപ്പ ഭക്തരാണ് ശബരിമല ദർശനത്തിന് വേണ്ടി സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയത്. അതായത് 92,719 അയ്യപ്പ ഭക്തർ പമ്പ വഴി എത്തുമ്പോൾ പുൽമേട് വഴി ഏകദേശം എന്തായാലും 4,000-ലധികം അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ടാവും. കാനനപാത വഴി എത്തുന്നുണ്ടാവും. മറ്റു സിവിൽ ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർ എന്തായാലും ഇന്നലെയും 1 ലക്ഷത്തോളം അടുപ്പിച്ചുള്ള അയ്യപ്പ ഭക്തർ ഇന്നലെയും ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 7 ദിനരാത്രങ്ങൾ മാത്രമാണ് ഒരു അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലുള്ള ആ മകരജ്യോതി കാണുവാൻ, മകരവിളക്ക് കാണുവാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഏകദേശം 5 ദിവസം കൂടി കഴിയുമ്പോൾ ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം ആ പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. അത് ഏകദേശം ഒരു 45ഓളം ക്ഷേത്രങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് പന്തളത്ത് നിന്ന് അത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. വൈകുന്നേരം മകരസംക്രാന്തി പൂജയിൽ തന്നെ അത് ചാർത്തി ഭഗവാനെ ഐശ്വര്യപൂർണമായ മകരസംക്രാന്തി പൂജ ഉണ്ടാകും. അവിടെ നിന്നാണ് പിന്നീട് മകരവിളക്കിലേക്ക് പോവുക. എന്തായാലും ശബരിമല സന്നിധാനം 10-ാം തീയതി മുതൽ എത്തുന്ന അയ്യപ്പ ഭക്തർ പിന്നെ 14 കഴിഞ്ഞിട്ടായിരിക്കും ശബരിമല സന്നിധാനം വിട്ടുപോവുക എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും ശബരിമല സന്നിധാനം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു ദിവസങ്ങളായി മാറുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് നമ്മൾ ദൃശ്യങ്ങൾ പോലും പരിശോധിച്ച് നോക്കിയാൽ വലിയ ഒരു ഭക്തജന തിരക്കിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിലൂടെ, അതായത് 18 പടി താണ്ടി ഫ്ലൈ ഓവറിലെത്തി ശ്രീകോവിലിനരികിലേക്ക് കാത്തു നിൽക്കുന്ന, അതായത് ശ്രീകോവിലിനരികിലേക്ക് അയ്യപ്പ സ്വാമിയെ ഒരു നിമിഷം കണ്ട് ആപൽബാന്ധകനും അന്നദാനപ്രഭുവുമായ ആ പൊന്നയ്യപ്പ സ്വാമിയെ കണ്ട് ഇപ്പോൾ നെയ്യഭിഷേകത്തിന്റെ സമയമാണ്. ഏകദേശം 7:30 വരെ നെയ്യഭിഷേകം ഉണ്ടാകും. അതിനുശേഷമാണ് ഉഷപൂജയിലേക്ക് കടക്കുക. എന്തായാലും ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സ്വാമിയെ കണ്ടു തൊഴുക, അയ്യപ്പ സ്വാമിയെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആ കൺകുളിർക്കെ കാണുക എന്ന ആത്മനിർവൃതിയോടെ കാത്തു നിൽക്കുന്ന ഈ തണുപ്പത്തും ഈ മകരമാസമാണ്. അത്രയധികം തണുപ്പിലേക്ക് പോകുന്ന ആ ദിവസങ്ങളാണ്. എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അത് മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ഭക്തജന തിരക്കാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലും അധികമായിരിക്കും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് അയ്യപ്പന്മാർ പോലും പങ്കുവെക്കുന്ന കണക്ക് അനുസരിച്ചാണ് എങ്കിൽ മകരവിളക്കിന് മുന്നോടി, അതായത് 14 മകരവിളക്കിന് മുന്നോടിയായി 12, 13, 14 ദിവസങ്ങളിലൂടെ ഏകദേശം 3.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകും. ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതിനോടൊപ്പം തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തുന്നുണ്ട്. 12, 13 ദിവസങ്ങളിലായിരിക്കും അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക. 12-ാം തീയതി അത് 5000-ആയും 13-ാം തീയതി
അത് 60,000 ഇത് 3000-ലേക്കുമൊക്കെ ആയിരിക്കും അത് നിജപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയാദരപൂർവമായി ഭക്തിസാന്ദ്രമായി ശരണമന്ത്രമുഖരിതമായി ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും കടന്നു പോകുകയാണ്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് മകരവിളക്ക് കാണുക എന്നുള്ള ആത്മസംതൃപ്തിയുടെ ആത്മാഭിമാനത്തിൻ്റെ ആ നിമിഷത്തിലേക്ക് ഓരോ അയ്യപ്പ ഭക്തനും അടുക്കുകയാണ്. കൃഷ്ണരാജ്. ശരി, അങ്ങനെ തന്നെയാണ് കൃഷ്ണൻ. നമുക്കറിയാം ഈ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം നെയ്യാഭിഷേകം, കളഭാഭിഷേകം എന്നൊക്കെ പറയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുഷ്പാഭിഷേകം. അത്തരത്തിൽ അയ്യപ്പ ഭക്തർ അയ്യപ്പസ്വാമിക്കായി പുഷ്പാഭിഷേകം ഒരുക്കുകയാണ്. നിരവധി പുഷ്പങ്ങൾ പുഷ്പാഭിഷേകത്തിനായി ഒരുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ എത്താം. തുളസിയും തെറ്റിയും റോസയും പലനിറം ജമന്തിയും കയ്യിൽ പിടിച്ച അഭിഷേകപ്രിയനായ ഭഗവാനെ കാണാൻ കാത്തുനിൽക്കുകയാണ് അയ്യപ്പന്മാർ. കയ്യിൽ കരുതിയ പൂക്കളെല്ലാം ഭഗവാനരികിലേക്ക് നൽകി പിന്നെ പ്രാർത്ഥന. ഓരോ പ്രാർത്ഥനയിലുമാണ് അയ്യപ്പ ഭക്തർ അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത്. புஷ்பாபிஷேகம் ஐயப்பாவுக்கு ரொம்ப விசேஷன்றதால ரொம்ப சந்தோஷமாக இருக்குது. இந்த ஒரு வாய்ப்பு கிடைச்சதுக்கு ரொம்ப சந்தோஷம். ரொம்ப நாள் ஆசை எதனா ஒன்று பண்ணணும்ட்டு அதனால എനിക്ക് கிடைச்சிச்சு. അത് പണിനെ இருக்கிறோம். നല്ല സന്തോഷമുണ്ട്. അയ്യപ്പനെ കാണാൻ പറ്റി, പുഷ്പാഭിഷേകം നടത്താൻ പറ്റുന്നു. നല്ല സന്തോഷമുണ്ട്. പുഷ്പാഭിഷേകം നേർച്ചയാണെന്ന്. പൂവൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവേണോ അയ്യപ്പസ്വാമിക്ക്? ഈ പൂവൊക്കെ കൊടുത്തിട്ട് എന്താ അയ്യപ്പസ്വാമിയോട് പറയാ? ഒന്നും പറയൂല. എന്തൊക്കെ പറയാ ഭഗവാനോട്? ഒന്നും പറയത്തില്ല. സ്കൂളിൽ പോണ കാര്യമൊക്കെ പറയോ? ശുദ്ധിയോടെയും വൃത്തിയോടെയും ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പൂക്കൾ ഭക്തർക്ക് നൽകാൻ കഴിയുന്നതിൻ്റെ സന്തോഷം വ്യാപാരി മിഥുനും പങ്കുവച്ചു. നമുക്കെല്ലാം ഭഗവാനാണ്. നമ്മളിതൊരു കച്ചവടം എന്നുള്ള രീതിയിലല്ല ഇത് ചെയ്യുന്നത്. നമുക്കിതിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുമില്ല. നമുക്ക് ഏറ്റവും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഭഗവാന് പൂക്കൾ കൊടുക്കുക, പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയുക, അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. നമ്മളല്ലാതെ വേറൊരു രീതിയിലല്ല ചെയ്യുന്നത്. ഏറ്റവും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഭഗവാന് പൂക്കൾ കൊടുക്കുക, പിന്നെ അത് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അയ്യപ്പന്മാർ നമ്മളോട് പറയുന്നൊരു നന്ദി, അതിൻ്റെ അവരുടെ പ്രാർത്ഥന, അതിലൊരു അംശം നമുക്ക് കിട്ടും. അത് മതി. എല്ലാ ദിവസവും സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം നടക്കുന്നത്. അപ്പവും അരവണയും നെയ്യും തേനും പാലുമൊക്കെ അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിക്ക് പുഷ്പങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ്. പുഷ്പാഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ നിന്നും ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം. ശരി, ഇനി നമ്മൾ എത്തുന്നത് തലസ്ഥാന നഗരിയിലെ ആഘോഷ പൂരത്തിലേക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൂരം തന്നെയാണ്. ശരി, തിരു ആനന്ദ പൂരം. തിരുവാനന്തപുരം, കലയുടെ സ്വന്തം തിരുവനന്തപുരം. തിരുആനന്ദപുരം പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്, സ്പ്രെഡിംഗ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ശരി, 63ാമത് സ്കൂൾ കലോത്സവം അങ്ങനെ ഒരു ആഘോഷ തിമിർപ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് 4ാം ദിനമാണ്. അതെ, പകുതിയിലധികവും പിന്നിട്ട് കഴിഞ്ഞു. ഇനി എന്താണ്, ഒരു ദിവസം കൂടി, ഇന്നും കൂടി ചേർത്ത് 2 ദിവസം ആവേശ പോരാട്ടം നടക്കുന്നുണ്ട്. കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ തമ്മിൽ. ആർക്കാണ് ഇപ്പോൾ കൂടുതൽ ഒരു മേൽക്കൈയായി നിൽക്കുന്നത്? 13 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. മുൻപൊരു കലോത്സവം ഓർമ്മ വരുന്നു. അന്ന് 916 പോയിന്റാണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പാലക്കാടാണ് 1ാം സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ അതിന്റെ കമന്റ് സ്വർണ്ണക്കപ്പാണല്ലോ, 916 916 പോയിന്റുകളോടെ പാലക്കാട് പഠിക്കുന്നു. അപ്പോൾ ആ കപ്പിന്, സ്വർണ്ണക്കപ്പിന് മൂല്യം 916 ആയിരുന്നു. ഇത്തവണ എത്ര പോയിന്റിലേക്ക് എത്തും? 2 ദിവസം കൂടി ബാക്കിയുണ്ട്. ഇന്നത്തെ മത്സരങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ
മത്സരങ്ങളുടെ എണ്ണം കുറവായിരിക്കും. സമാപന സമ്മേളനം വൈകിട്ട് നടക്കും, ട്രോഫി കൊടുക്കും. ആ ട്രോഫി ആര് നേടും? കണ്ണൂർ കൊണ്ടുപോകുമോ, പാലക്കാട് വരുമോ, കോഴിക്കോടാകുമോ, തൃശ്ശൂരാകുമോ? ഏതായാലും ആവേശ പോരാട്ടം അതിന്റെ അങ്ങേയറ്റത്ത്. ആവേശ പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃഷ്ണൻ, വളരെ ആരോഗ്യപരമായ ഒരു മത്സരമാണ് നമുക്ക് വേണ്ടത് അല്ലേ? ആ മത്സരത്തിന്റെ പേരിൽ നമുക്ക് നിയമ പോരാട്ടങ്ങളും എല്ലാം വരാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുട്ടികൾ ഇതിനെ അല്ലേ ഇത്രത്തോളം വൈകാരികമായി എടുക്കേണ്ട ആവശ്യമില്ല. കല എന്ന് പറയുന്നത് അതൊരു ഒരു സിദ്ധിയാണ്, ഒരു വരദാനമാണ്. അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആർക്കാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, ഏത് ഗ്രേഡ് എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമേ ഇല്ല. നമുക്കൊരു വേദി കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ്. ജനൻ TV ഈ കലോത്സവത്തിന്റെ 1ാം ദിവസം മുതൽ ഈ നിമിഷം വരെയും മുഴുവൻ റിപ്പോർട്ടർമാരും നമ്മളൊക്കെയും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് കലയുടെ ഉത്സവമാണ്, മത്സരമല്ല. മത്സരമല്ല ഉത്സവമാണ്, മത്സരമല്ല ഉത്സവമാണ്. നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. കുട്ടികൾ വരട്ടെ, പങ്കെടുക്കട്ടെ, അവരുടെ മികവ് തെളിയിക്കട്ടെ, കയ്യടി ഏറ്റുവാങ്ങട്ടെ, വിജയിച്ചു പോട്ടെ. പങ്കെടുത്താൽ തന്നെ അതിൽ പരം വലിയ സന്തോഷമുണ്ടോ? സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ MD-യുടെ പേരിൽ അറിയപ്പെടുന്ന പ്രധാന വേദിയിൽ വന്ന് MD നില ആ വേദിയിൽ വന്ന് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മികവ് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നതിൽ പരം വലിയ ഭാഗ്യം വേറെ. മാത്രമല്ല 25 വേദികളുണ്ട്. ആ 25 വേദികളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അതെല്ലാം ഒരു ചരിത്രമാണ് അല്ലേ? ആ വേദികളിൽ നിന്നാണ് ഏറ്റവും വലിയ പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കലാകാരന്മാരായാലും ഏതെങ്കിലും ഒരു വേദിയിലേക്ക് കയറുമ്പോൾ ഒന്ന് തൊട്ടുവന്ദിക്കുന്നത് പതിവാണ്. അപ്പോ ഞാൻ ഇപ്പോഴും ഒരു കലാവിദ്യാർത്ഥിയാണ് എന്ന് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തുകയാണ് അവർ. ഒരു കലാകാരന് ഏറ്റവും വേണ്ടത് വിനയമാണ്, എളിമയാണ്. ആ മികവിനെ സ്വയം അംഗീകരിക്കലാണ്, മറ്റുള്ളവരെയും അംഗീകരിക്കലാണ് എന്നതാണ്. അവിടെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന വാക്ക് മത്സരം എന്നതല്ല, കല ഒരു ഉത്സവമാണ് എന്നത് തന്നെയാണ്. ആ ഉത്സവമാണ് കലോത്സവം. എന്തായാലും നമ്മുടെ പവലിയോണിൽ എത്തുന്ന കുറെ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം പറയുന്നത് നമ്മൾ ജില്ലയിൽ നമ്മൾ ഇതുപോലെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് 2ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. ഞാൻ കോടതി വഴിയാണ് വന്നത്. പക്ഷെ എനിക്ക് മുന്നിലുണ്ടായിരുന്ന കുട്ടി, അയാളെക്കാൾ കൂടുതൽ ഞാൻ സ്കോർ ചെയ്തു, അതിന്റെ സന്തോഷമാണെന്നല്ല. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും ഒരു പ്രത്യേക ഒരു അളവുകോൽ ഇടേണ്ട ആവശ്യമില്ല. എല്ലാവരും വരേണ്ട എത്രയോ പേർ വരാതെ പോകുന്നു. അതെ, ഒരു ദിവസം ഒരുപക്ഷെ ആ ദിവസത്തെ പെർഫോമൻസിന്റെ പ്രശ്നം കൊണ്ടാകാം ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകുന്നത്. ശരി, എന്നാലും നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. രശ്മി കാർത്തികയും മിഥുൻ അയ്യപ്പനും ചേർന്നത്. രശ്മി, മിഥുൻ, നമുക്കറിയാം 4ാം ദിനമാണ് ഇന്ന്. ഒരു തള്ളിക്കയറ്റം ഇല്ല എന്നുള്ള ഒരു പരാതി ഇത്രയും നാൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി 2 ദിനങ്ങൾ കൂടിയേ ഉള്ളൂ. പക്ഷെ ഇനിയെങ്കിലും തള്ളി കയറിയില്ലെങ്കിൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ അതെ, മിസ് ചെയ്യണം, നാണക്കേടും കൂടിയാണ്. കാരണം നമ്മുടെ തലസ്ഥാനത്ത് വന്നിട്ട് ആളില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുകാരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറുകയാണിത്. അതുകൊണ്ട് തന്നെ രശ്മി, മിഥുൻ, തിരുവനന്തപുരത്തുകാർ ഈ അവസാന ദിവസങ്ങളിലെങ്കിലും വേദികളിലേക്ക് ഒഴുകി എത്തുന്നുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ഒരു ആൾക്കൂട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെ എന്തൊക്കെയാണ് വേദികളിൽ നിന്നുള്ള വിശേഷങ്ങൾ? തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ വേദികളിൽ ആളുകളില്ല എന്ന് പറയുന്നത് ആദ്യ ദിവസം മുതൽ നമ്മളെ അമ്പരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഓരോ ദിവസവും രാവിലെ നമ്മളിങ്ങനെ ഈ പ്രഭാത വാർത്തയിൽ ഈ പുത്തമ്പുലിരിയിൽ നമ്മളെല്ലാം തന്നെ പറയുന്നുണ്ട്, വരൂ വരൂ, തിരുവനന്തപുരത്തിന്റെ ജനതയെ വരൂ, ഈ ഒരു കലോത്സവം ആസ്വദിക്കും, ഇവിടെ വരുന്ന കലാകൗമാരങ്ങൾക്ക് പിന്തുണ നൽകൂ എന്നെല്ലാം നമ്മൾ നിരന്തരം പറയാറുള്ളതാണ് രശ്മി. പക്ഷേ എന്താണാവോ നമ്മുടെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ മാത്രമല്ല, മറ്റു മാധ്യമപ്രവർത്തകരുടെ വാക്കുകളൊന്നും അനുസരിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ആരും എത്തുന്നില്ല. എന്താണ് തിരുവനന്തപുരത്തുകാരില്ലേ, എന്താണ് എന്താ ഈ കലയോട് ഇത്രയും അകൽച്ചയായി പോയോ? അങ്ങനെ അകൽച്ചയൊന്നുമില്ല. ആദ്യ ദിവസം മാത്രമേ വേദിയിലെ കുറച്ച് ആളിന്റെ കുറവുള്ളൂ. അപ്പൊ ഇന്നിപ്പോ നോക്കിക്കോ, ഇന്ന് നിറയെ ആള് വരും, ഇതിൽ യാതൊരു സംശയമില്ല. ഇന്നലെയൊക്കെ കണ്ടില്ലേ, നിളയിലൊക്കെ നിറച്ച ആളായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിരിക്കും. സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം കുറെ കസേരകളൊക്കെ വെറുതെ ഇടക്കുകയായിരുന്നു. പക്ഷെ രശ്മി നോക്കണം, ഇല്ലെങ്ങാനും ഇവിടെ എത്തുന്ന മലബാർ സൈഡിൽ നിന്നുള്ള ആളുകളുണ്ടല്ലോ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വരുന്ന ആളുകൾ, അവർ പറഞ്ഞേ ഈ കലോത്സവം ഞങ്ങൾക്കൊന്ന് കിട്ടണമായിരുന്നു, ഞങ്ങൾ കാണിച്ചു തരായിരുന്നു എങ്ങനെ നടത്തണമെന്ന്. തിരുവനന്തപുരത്തുകാർക്ക് എന്താ കുഴപ്പം? ഇന്നലെ ഈ വേദിയിലൊക്കെ ആള് നിറഞ്ഞു നിൽക്കുന്ന കണ്ടിട്ടില്ല. അതായത് ചില നൃത്തം
അതേപോലെ നൃത്തരൂപങ്ങൾ, അതിലൊക്കെ തിരുവനന്തപുരത്തുകാർ നല്ല സജീവമായിട്ട് ഉണ്ട്. അപ്പൊ നമ്മളെ അങ്ങനെ കലയുടെ കാര്യത്തിൽ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല, നമ്മള് അടിപൊളിയാണ്. മിഥുനയ്യപ്പന് പക്ഷെ കുറച്ച് ആവേശം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യ ദിവസമൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, പക്ഷെ രാവിലെ ഇവിടെ വന്നപ്പോൾ വലിയ ആവേശമൊന്നും ഇപ്പൊ കാണാറില്ല. അതാണ് അവസ്ഥ. എനർജിക്ക് യാതൊരു കുറവുമില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടി ഉത്തരവാദിത്വം തിരുവനന്തപുരക്കാർ ഏറ്റെടുക്കേണ്ടിരുന്നാകുന്നത്. പക്ഷെ എന്തായാലും ഇത് തിരുവനന്തപുരത്തുകാർ വരുന്നില്ല എന്നുള്ള വാദത്തെ തിരുവനന്തപുരം മണ്ണ് വെച്ചിട്ട് തന്നെ ഖണ്ഡിക്കുകയാണ്. വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വരട്ടെ. ഇനിയിപ്പോൾ ശേഷിക്കുന്നത് വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. 2 ദിവസം എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല, കാരണം നാളെ ഉച്ചയോട് കൂടി തന്നെ ഏതാണ്ട് എല്ലാം പൂർണ്ണമാകും. കാരണം മുക്കാഭാഗം മത്സര ഇനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൂർ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? കണ്ണൂർ തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പൊ പോയിന്റ് 713 പോയിന്റ് ആണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് 713 പോയിന്റ് ആയിട്ട് കണ്ണൂരാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ മിഥുനെ 2ാം സ്ഥാനം ആർക്കാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കോഴിക്കോടും ഉണ്ട്. വേറെ ഏത് ജില്ലയാണ്? തൃശ്ശൂർ കൊണ്ടുപോകാൻ യാതൊരു വഴിയില്ല. കാരണം കാഞ്ഞങ്ങാടുള്ള കലോത്സവത്തിലൊക്കെ കോഴിക്കോട് കുറച്ച് പുറകോട്ട് പോയി നിൽക്കും. പക്ഷെ അവസാന ദിവസങ്ങളിൽ പിന്നെയും കോഴിക്കോട് ലീഡ് ചെയ്ത് വരുന്നതാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളത് ഞങ്ങൾ കൊതിപ്പിക്കും, ഒരുപാട് അങ്ങ് കൊതിപ്പിക്കും. എന്നിട്ട് കുറച്ചുകൂടി ഒരു സസ്പെൻസ് ഞങ്ങൾ എപ്പോഴും കൈവയ്ക്കുന്നവരാണ്. കണ്ടില്ല, തൃശ്ശൂരൊക്കെ നടത്തുന്ന കണ്ടില്ല, അത്ര മനോഹരമായിട്ട് നടത്തുക ആളുകൾ ഇങ്ങനെ. നാളെ വൈകുന്നേരം ആകുമ്പോൾ സ്വർണ്ണ കപ്പ് ആർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം അറിയാം. പക്ഷേ എനിക്ക് ദേവിക കൃഷ്ണരാജ്, ഞാൻ കൃത്യമായി പറയുന്നു, തിരുവനന്തപുരം 9ാം സ്ഥാനത്തായിട്ട് തുടരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരക്കാരെല്ലാം എന്നോട് മത്സരിക്കുമ്പോൾ പറയാറുള്ളത്, ഇപ്പോ തൃശ്ശൂർ 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ആവേശം കൂടി പറയാറുണ്ട്. പക്ഷെ മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇത്തവണ കോഴിക്കോടൊന്നൊപ്പം വന്നപ്പോ ഇവര് കോഴിക്കോടിനെ പിടിച്ചു തിരുവനന്തപുരംകാര്. ഞങ്ങൾ തൃശ്ശൂർക്കാർ കഷ്ടപ്പെട്ട് ഈ 3 ദിവസം 2ാം സ്ഥാനത്ത് തുടരുകയായിരുന്നേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ കോഴിക്കോട് ഞങ്ങൾക്കൊരു തൃശ്ശൂരിനെ വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. 708 പോയിന്റാണ് തൃശ്ശൂരും കോഴിക്കോടും ഇന്നത്തെ ഈ പുലരിയിലേക്ക് കടക്കുമ്പോൾ നിൽക്കുന്നത്. 4ാം സ്ഥാനത്ത് ആരാണ്? പാലക്കാട് 4ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. പാലക്കാട് നമുക്കറിയാം വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നവരാണ്. ഞാൻ സ്കൂളിന്റെ കാര്യം കൂടി കാണാം. അവിടെ ഒരു വലിയൊരു അട്ടിമറി നടന്നിരിക്കുകയാണ് രശ്മി. കാരണം കഴിഞ്ഞ ദിവസം വരെ നിന്നിരുന്നത് തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ നിന്നിരുന്നത്. അവർക്ക് നല്ലൊരു പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം ലീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ കുറഞ്ഞു വന്ന് ഇത്തവണ ഗുരുകുലം തർക്കം നടക്കുന്നത് ഞാൻ തൃശ്ശൂർ, നീ തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരത്തുകാർ കോഴിക്കോടിനെ പിടിച്ചു, ഞങ്ങൾ കപ്പടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. മിഥുനിങ് വരട്ടെ. ആ തർക്കത്തിനിടയിൽ നമുക്കൊരു കൊച്ചു കൂട്ടുകാരി നമ്മോടൊപ്പം ചേർന്നുണ്ട്. പാലക്കാട് നിന്ന് വന്നതാണ്. മിമിക്രിയാണ് ഇനം അല്ലേ? ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ സുഹൃത. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് അത് കാണാം. ആദ്യമായിട്ട് ജനാർദ്ദനനാണ്. ഓ എടാ എൽദോ നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാടാ പൊന്നപ്പൻ. അടുത്തായി തമിഴ്നാടി കോവൈ സരള. இந்த மாதிரி ட்ரெஸ் நான் போட்டேன்னா எப்படி இருக்குன்னு கொஞ்சம் நினைச்சு பாரு. அடேங்கப்பா என்ன பார்த்து சுக்ரியாவா. അടുത്ത ചാളമീരി. എടിയേ നീ എന്നെ ചാളച്ചിച്ച് വിളിക്ക. യാതൊരു തലയാടിച്ചൂല്. നീ ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ല. നീ ആ കരികാപേരൂര് കണ്ടിട്ടുണ്ടാടി. ഞാനാണ് കരികാപേരോ. ഓ വേറെ ഭാവന. ഈ കഷ്ടമൂർത്തിയാളെ സ്മാർട്ടാട്ടാ, എനിക്കിഷ്ടായി. ഇതാര് ബിന്ദു ചേച്ചിയോ? ഞാൻ കണ്ടില്ല കേട്ടോ. ബിന്ദു ചേച്ചിയാളെ സ്മാർട്ടാട്ടാ, എനിക്കിഷ്ടായി. ധനൂപ് സർ, തൃശ്ശൂർ ഗുരുവായൂരുള്ള ധനൂപ് സാറിന്റെ. എപ്പോഴാണ് മിമിക്രി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി തുടങ്ങിയത്? സർ, മിമിക്രി എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഗിഫ്റ്റാണ്. കഴിഞ്ഞ വർഷം ഓഡീഷനിൽ പോയപ്പോഴാണ്, സ്കൂളിൽ ഓഡീഷൻ വന്നപ്പോൾ പോയപ്പോഴാണ് കിട്ടിയത്. വേറെന്തെങ്കിലും ഇനങ്ങളിൽ? സ്കിറ്റ് ഉണ്ട് ഇവിടെ ഉണ്ട്. നാളെ ഐറ്റം ഉണ്ട് സ്കിറ്റ്. ശരി, അപ്പോ ഇനി എന്തെങ്കിലും? ബിന്ദു പണിക്കർ. അരുത് കാട്ടാള വെട്ടരുത്, അരുമയാ മരങ്ങളെ കൊല്ലരുത്. എടി ഭാവനെ, നീ എന്നെ മറന്നു. അതെങ്ങനെയാ? നിനക്കെന്നോട് സ്നേഹമില്ലല്ലോ. ഈ അനുകരണമല്ലാതെ മീൻസ് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കലല്ലാതെ എന്തെങ്കിലും പറ്റുമോ? സർ മനസ്സിലായില്ല. അതായത് ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും? സർ എഴുതും, സ്പീച്ച് പറയും, അങ്ങനെ. ശരി,
ശരി, എന്തായാലും എനിക്ക് തോന്നുന്നു കൃഷ്ണരാജ്, ഈ പെൺകുട്ടികൾ മിമിക്രി വേദികൾ കൈയടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പുരുഷന്മാരുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു ഫീൽഡ് കൂടിയായിരുന്നു. പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പക്ക പെർഫെക്റ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ട്രൈ ചെയ്യുന്നുണ്ട്, കുട്ടികൾ അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മിമിക്രി എപ്പോഴും മാറ്റി നിർത്തപ്പെട്ടൊരു കലയാണ്, അറിയോ? ഈ അടുത്ത കാലത്താണ് മിമിക്രിക്ക് വലിയ പരിഗണന കിട്ടി തുടങ്ങിയത്. അതൊരു ക്ഷേത്രോത്സവങ്ങളിൽ മാത്രം, അവിടുത്തെ പറമ്പിൽ മാത്രം നടക്കുന്നൊരു ഇനം മാത്രമാണ്. അല്ലെങ്കിൽ ഈ ശബ്ദം അനുകരിക്കുന്നവരെ ഞങ്ങൾ എന്തിനു പരിഗണിക്കണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി. മിമിക്രിക്കാർ സുരാജ് വെഞ്ഞാറമൂട് മിമിക്രിക്കാരനായിരുന്നു. ആ മിമിക്രി കൊണ്ട് വളർന്നു വന്ന് ആ മിമിക്രി ഉപയോഗപ്പെടുത്തി മാത്രവുമല്ല കൃഷ്ണരാജ്, എനിക്ക് തോന്നുന്നു ഓരോ നടന്മാർ അവരുടെ ഏറ്റവും മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ മിമിക്രി വേദിയിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രം അവരെ ഇകഴ്ത്തുന്ന ഒരു സ്വഭാവം കൂടി പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് നടപ്പില്ല. കാരണം നമ്മൾ ന്യൂ ജനറേഷൻ ഈ അടുത്ത ഇടവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. കുട്ടികൾ ഏറ്റവും സജീവമാകുന്നു. റിയാലിറ്റി ഷോകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിമിക്രിയെ പ്രോത്സാഹിപ്പിച്ച റിയാലിറ്റി ഷോസ് ആണ്. എന്തായാലും സിനിമയിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് മിമിക്രി. എന്തായാലും പാലക്കാട് നിന്ന് ആ ഒരു കൊച്ചു മിടുക്കി നമുക്കിനി നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ എന്ന് പറഞ്ഞത്, ഇതിപ്പോ തങ്കപ്പനല്ല പൊന്നപ്പനാണ് അല്ലേ? എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇനിയും പെൺകുട്ടികൾ ഇത്തരം ഇനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. പെൺകുട്ടി ആൺകുട്ടി എന്നൊരു വേർതിരിവില്ലാതെ തന്നെ എല്ലാവരും സജീവമാകണം, പ്രതികരിക്കണം, ഉറക്കെ പറയണം. അപ്പൊ നമുക്ക് മോളെ കൺഗ്രാറ്റ്സ്. ഇനിയും അടുത്ത വർഷം കാണുമ്പോൾ പ്ലസ് അപ്പൊ +2 നമുക്ക് കാണണം. ഓക്കെ, ശരി. എന്നാലും നമ്മോടൊപ്പം വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷിനൊപ്പം ഒരു സംഘ നൃത്തത്തിന്റെ കുറെ കലാകാരന്മാർ കൂടി ചേരുന്നുണ്ട്. വിനീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനം കൂടിയാണല്ലോ സംഘനൃത്തം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറയുന്നുണ്ട് സംഘനൃത്തം ഭയങ്കര ഇഷ്ടമാണ്, അത് ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സംഘനൃത്തത്തിനോടൊപ്പം അല്ലെങ്കിൽ ആ സംഘത്തോടൊപ്പം നിൽക്കുമ്പോൾ അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അവർ എവിടെ നിന്നാണ് എത്തിയിട്ടുള്ളത്? ദേവിക രാവിലെ പുട്ടാണ് കഴിച്ചതെന്ന് തോന്നുന്നു. നല്ല തള്ളുകളൊന്നുണ്ടല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കൃഷ്ണരാജിനോട് പറയാനുള്ളത്, സംഘനൃത്തം ഒറ്റയ്ക്ക് കളിച്ച ആളാണ് ദേവിക എന്നാണ് കൃഷ്ണരാജ് എപ്പോഴും ദേവിക പറയാറുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മോടൊപ്പം സംഘനൃത്തം യഥാർത്ഥമായി കളിക്കുന്ന ഒരു നല്ലൊരു ടീം നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം കാർമൽ സ്കൂളിൽ നിന്നെത്തിയ കൊച്ചു മിടുക്കികളാണ്. ഗംഭീരമായി അവർ രാവിലെ വന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്. കാരണം സംഘനൃത്തത്തിന് A ഗ്രേഡ് വാങ്ങിച്ച ടീമാണ് അല്ലേ? തിരുവനന്തപുരത്തിന്റെ ഒരു പൾസും വൈബൊക്കെ അങ്ങനെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കണം. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തേക്ക് ഈ കലോത്സവം എത്തുമ്പോൾ ഒരു ഫീൽ എന്താ തോന്നുന്നത്? നമ്മുടെ സ്വന്തം നാട്ടില് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ലക്ക് തന്നെയാണ്. ഒരു വേറെ ഫീലാ. നല്ല വൈബിലാണല്ലേ രാവിലെ? തീർച്ചയായിട്ടും. ഇനി ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഇല്ല. സംഘനൃത്തം മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വേറെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അതിലും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും നമുക്ക് ആ ഒരു നൃത്തത്തിലേക്ക് പോകാം. ഒപ്പം മറ്റു കുറച്ച് നിങ്ങളുടെ ഒരു എക്സ്ട്രാ പെർഫോമൻസ് അതിലേക്കും കൂടി പോകണം. ആദ്യം നമുക്ക് സംഘനൃത്തം. ഓക്കെ, മുക്കത്തെ മണ്ണിൽ വളർന്ന പെണ്ണ്, പത്തരമാറ്റുള്ള നായ പെണ്ണ്, വിധവയാം കന്യക കാഞ്ചനമായ. വല്യമ്പ്രപ്പൊട്ടാട്ടെ മൊഞ്ചുള്ള മൊയ്തി, മുക്കത്തെ സുൽത്താന. നമ്മുടെ പ്രേക്ഷകർ കൂടി നമ്മളോടൊപ്പം ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ അവസാനം ജനം TV പ്രവർത്തകരുടെ ഒരു സമൂഹ ഗാനത്തോടു കൂടി നമ്മുടെ ഈ ഒരു കലോത്സവം സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാവൂ എന്ന് പറഞ്ഞു. പക്ഷെ മുരളീധരൻ എന്നൊരു പ്രേക്ഷകനാണ് പറഞ്ഞിരിക്കുന്നത്, മുരളിയേട്ട ഞങ്ങളുടെ ഗാനം കേട്ടാൽ മുരളിയേട്ടൻ ഇനി ജനം TV കാണില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ സാഹസത്തിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട്, ഗണേഷ് കുമാർ, ഇത് കഴിഞ്ഞിട്ട് പുത്തരിക്കണ്ടത്തേക്ക് പോയി എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ടാവും. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷേ നിങ്ങളെല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കേണ്ടതുണ്ട്, ഈ കലോത്സവ കാഴ്ചകൾ കാട്ടിത്തരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അപൂർണമായ ഒരു കാര്യമുണ്ട്. മിഥുൻ അയ്യപ്പൻ, രശ്മി കാർത്തിക ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം
ഏതോ അതിഥികൾ കൂടി അവിടെ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അതൊക്കെ മാറിയെന്ന് കരുതുന്നു മിഥുൻ, ഏടാകൂടം മിഥുൻ. അതുകൊണ്ട് ഇനി തർക്കങ്ങളൊന്നും വേണ്ട. കലയുടെ ഉത്സവമല്ലേ, ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ, ആരെങ്കിലുമൊക്കെ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോട്ടെ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു കോംപ്രമൈസിൽ എത്താം മിഥുൻ. ഏതായാലും മിഥുൻ ഒപ്പം ചേരുന്നുണ്ട്, മിഥുനൊപ്പം അതിഥിയും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ പറയൂ. ശരി, അവിടുത്തെ തർക്കം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കൃഷ്ണാജി. നമുക്കറിയാം നമ്മുടെ പ്രേക്ഷകരെല്ലാം വളരെ ആവേശത്തോടു കൂടി വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ. നിങ്ങൾ അങ്ങനെയാണ്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പാട്ട് ചോദിക്കുന്നത് മാത്രം ശരിയായ ഒരു രീതിയല്ലേ അല്ലേ കൃഷ്ണരാജ്? നമ്മളെല്ലാവരും വെറുത്തു പോകും നമ്മൾ പാടിക്കഴിഞ്ഞാൽ. പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ കലാകാരന്മാരുണ്ട്, നമ്മളെല്ലാവരെയും അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ മിഥുൻ അയ്യപ്പനിലേക്കും രശ്മിയിലേക്കും പോവേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയാണ്. രശ്മി, മിഥുൻ, നിങ്ങളുടെ തർക്കമെല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്ക് കിട്ടിയാലും നമ്മൾ എല്ലാവരും സന്തോഷം പങ്കുവെക്കും. കാരണം നമ്മൾ എല്ലാവരും കേരളീയരാണ്, നമ്മുടെ സംസ്ഥാനത്തെ കലോത്സവമാണ്, ഏറ്റവും വലിയ കലയുടെ മാമാങ്കം. അതെ, ആർക്ക് കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു തർക്കത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അവിടെ അതിഥികളും കൂടി ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയത്? തീർച്ചയായിട്ടും നമ്മുടെ തർക്കം ഇങ്ങനെ തുടരട്ടെ. പക്ഷേ തർക്കത്തിന് ഒരു പരിഹാരം കാണാനുള്ള ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു അതിഥി എന്ന് തന്നെ പറയാം. നമുക്ക് അതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം ആള് വരുന്നാണ് പറയുന്നത്. ഏതൊക്കെ ഈ ആളെ കൂട്ടാൻ പറ്റുന്ന ഏത് ഇനങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് രശ്മി? ഇതിന് സംഘനൃത്തം, സാധാരണ സംഘനൃത്തത്തിന് ഒരുപാട് ആളുകൾ എത്താറുണ്ട്. അപ്പൊ ഇന്ന് പ്രധാന വേദിയായിട്ടുള്ള നിളയിലുള്ളത് അവതരിപ്പിക്കുന്നത് ഒന്ന് സംഘനൃത്തം, രാവിലെ ഭരതനാട്യം, പിന്നീട് ഇന്ന് പുതുതായിട്ടുള്ള ഐറ്റം ഏതാണ്, നാടൻ പാട്ടുണ്ട്. നാടൻ പാട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളതാണ്, താളം പിടിക്കും, ഒരുപാട് ആളുകൾ അത് കേൾക്കാൻ വരാറുണ്ട്. അപ്പോൾ നാടൻ പാട്ടുണ്ട്. പിന്നെ സാധാരണയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകത്തിന് വലിയ തിരക്കുണ്ടായിരുന്നു, നാടക വേദികളിൽ കാണാൻ വലിയ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നാടകമുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന കലകൾ. അപ്പൊ തിരുവനന്തപുരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് ഇത്രയും വലിയ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഓടി വരിക, ഞങ്ങളുടെ തർക്കത്തിന് എനിക്ക് നല്ലൊരു ചുട്ട മറുപടി നൽകുക. കുഴപ്പമൊന്നുമില്ല, ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ നാടകമൊക്കെ വരുമ്പോഴത്തേക്കും വേദി മുഴുവൻ ഈ തർക്കത്തിനൊരു പരിഹാരം എന്ന വണ്ണം ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്. നമ്മളിപ്പോൾ കലോത്സവത്തിൽ കലാകാരെ പരിചയപ്പെട്ടു, അധ്യാപകരെ പരിചയപ്പെട്ടു, എല്ലാം ഈ ഒരു ആസ്വാദകനെയാണ്. കാരണം ഈ കലോത്സവത്തെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. കാരണം അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ, അങ്ങനെയൊന്നുമല്ല. കലോത്സവത്തോടുള്ള ഇഷ്ടം കൊണ്ട് കലോത്സവത്തെ വിടാതെ പിന്തുടരുന്ന ഒരാൾ. ഈ കലോത്സവം ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സ്ത്രീയോ പെൺകുട്ടിയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണ്ട. കാരണം 27 വർഷം കലോത്സവത്തിന്റെ പിന്നാലെയാണ് അദ്ദേഹം. എന്താണ് ഈ കലോത്സവം ഇത്രയും ലഹരിയാവാനുള്ള ഒരു കാരണം? കേരളത്തിലെ കലോത്സവത്തെ ഇത്ര അധികം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തി ഞാനായിരിക്കണം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പത്രങ്ങളിൽ, അന്ന് ചാനലുകളൊക്കെ കുറവാണ്, 97 ആദ്യമായിട്ട് കലോത്സവം കാണാൻ വരുന്നത്. അന്ന് പത്രങ്ങളിലൊക്കെ ഗ്ലാമർ വാർത്തകൾ, ചിത്രങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്ന് കാണണം, അത് അറിയണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് ആദ്യമായിട്ട് 1997 എറണാകുളത്ത് കലോത്സവം ദർബാർ ഗ്രൗണ്ടിലായിരുന്നു. ആ കലോത്സവമാണ് ആദ്യമായിട്ട് പോയി കാണുന്നത്. അന്ന് കണ്ട് അന്നത്തെ കലാതിലക MN പത്മിനി എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഭരതനാട്യം, മോഹിനിയാട്ടം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഭരതനാട്യവും മോഹിനിയാട്ടം ഒന്നും അല്ല, ഇത്രയും ഗ്ലാമർ ഇനമാണ് എന്ന് മനസ്സിലാക്കി പിന്നീട് ഇത് കാണണം എന്നുള്ളൊരാഗ്രഹം തോന്നി. ഓരോ വർഷവും, അടുത്ത വർഷം 98 തിരുവനന്തപുരത്തായിരുന്നു, 99 കൊല്ലത്തായിരുന്നു. അപ്പോൾ അന്നൊക്കെ വന്ന് കളിച്ച് പോയ കുട്ടികൾ അവരുടെ ചെയ്ത ഐറ്റം, ഭരതനാട്യം, മോഹിനിയാട്ടം, നൃത്ത ഇനങ്ങളാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അത് അവർ കളിച്ച ഐറ്റങ്ങൾ, അവർ ഉപയോഗിച്ച ഡ്രസ്സിൻ്റെ കളറ്, അന്ന് കലാതിലകങ്ങൾ ആരാണ് ആയത്, ഇതെല്ലാം ഇന്നും കാണാപ്പാടമാണ്. ഇപ്പോൾ 2025 വന്നപ്പോഴത്തേനും 27 കലോത്സവങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അത് ഗംഭീരമാണ്. 27 വർഷം ഇങ്ങനെ വിടാതെ വരിക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഈ കലോത്സവത്തോട് അഡിക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. മകളും ഇത്തരത്തിൽ അതാണ് ഞാൻ പറയാൻ നേരത്ത്. കാരണം ഇദ്ദേഹത്തെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ജനം TV-യിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത്തരത്തിൽ കലോത്സവത്തെ വിടാതെ പിന്തുടരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ തവണ വന്നത് സ്വന്തം മകൾക്കൊപ്പമാണ്. മകൾ മത്സരാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ചിരകാല അഭിലാഷമായിരുന്നു, മകളെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. ഇത്തവണ എത്തിയില്ല അല്ലേ? കഴിഞ്ഞ വർഷം, അതായത് ഞാൻ 2008 കൊല്ലത്ത് ഒരു കലോത്സവത്തിന് പോകുമ്പോഴാണ് മോള് ജനിക്കണത്.
ജനിച്ച് 2 ദിവസം പ്രായമുള്ളപ്പോൾ വീട്ടിൽ പറയാണ്ട് ആ കലോത്സവത്തിന് പോയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറയാണ്ട് പോയി, കാരണം കലോത്സവം ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും ഞാൻ കണ്ട ഒരു കുട്ടി മീര ശ്രീനാരായണൻ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി അതെ, ആ മീര ചെയ്യുന്ന ഒരു ശൃംഗാരവർണ്ണം രാസരസപ്രിയ എന്നൊരു മോഹിനിയാട്ടം ചെയ്യുന്നത് കണ്ടിട്ട് 2 ദിവസം പ്രായമുള്ള എൻ്റെ മോള് വളർന്നു വന്നാൽ ഇങ്ങനെ ആയിരിക്കണം മോഹിനിയാട്ടം ചെയ്യേണ്ടതെന്നുള്ളൊരു സ്വപ്നം, ഒരാഗ്രഹം. എന്തായാലും ഈശ്വരൻ എനിക്ക് ഭാഗ്യം തന്നു. 15 വർഷം അതേ കൊല്ലത്ത് കലോത്സവം വന്നപ്പോഴത്തേനും മോള് മോഹിനിയാട്ടം സ്റ്റേറ്റിൽ ചെയ്തു. ഭരതനാട്യവും മോഹിനിയാട്ടവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് ഭരതനാട്യം ഫസ്റ്റ് പൊസിഷനായിരുന്നു, മോഹിനിയാട്ടം 3rd ഇത്തവണ ജില്ലയിൽ വന്നപ്പോഴത്തേനും സെക്കൻഡ് ഭരതനാട്യം ഉണ്ട്. മോഹിനിയാട്ടമൊക്കെ ഈ ജില്ലയിലും നൃത്ത അധ്യാപകർക്കിടയിൽ ഉണ്ടാകുന്ന കിടമത്സരം അതിൻ്റെ ഇരയായി മാറി എൻ്റെ മോള്. കാരണം കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ വന്ന് പ്രൈസ് വാങ്ങിച്ച കുട്ടി ഇത്തവണ സെക്കൻഡായിട്ട് പോലും ഒരു അപ്പീൽ പോലും തരാതെ നമ്മളെ ഒഴിവാക്കി, തരം താഴ്ത്തി എന്നുള്ളതാണ്. മോഹിനിയാട്ടം ഒരുപാട് താഴേക്ക് 5ാം സ്ഥാനത്തേക്കൊക്കെ തള്ളിയിട്ടു. കാരണം സ്റ്റേറ്റ് കഴിവുകളിച്ച കുട്ടി ഇത്തവണ കയറരുത് എന്ന് കുറേ നൃത്ത അധ്യാപകർ, വൃത്തികെട്ട കുറേ അങ്ങനെ തന്നെ ഭാഷ ഉപയോഗിക്കണം, അങ്ങനെ കുറേ അധ്യാപകരുടെ ഇടപെടലിൽ ഈ പാനൽ ബോർഡുകളിലും ജഡ്ജും പാനലിലൊക്കെ ഒരു ക്വാളിഫൈഡും അല്ലാത്ത മോഹിനിയാട്ടത്തിന് വന്നിരുന്ന ജഡ്ജ് 3 പേര് ഡിഗ്രി പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഡിഗ്രിയോ ഒന്നുമില്ലാത്ത ക്വാളിഫൈഡ് അല്ലാത്ത ജഡ്ജുകളെ ഇവരുടെ താല്പര്യത്തിന് കൊണ്ടുവന്നിരുത്തി റിസൾട്ട് അട്ടിമറിക്കുക ചെയ്തത്. അപ്പം മോക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ കോർട്ടിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് പൈസയാകും. 15,000 രൂപയോളം കോർട്ടിൽ കൊടുക്കണം, ജില്ലാ അപ്പീലിന് 5,000 രൂപ കൊടുക്കണം. ഇതൊക്കെ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ എന്ന നിലയിൽ ഈ കലോത്സവം ഇത്രയധികം നെഞ്ചിലേറ്റി ഞാൻ കണ്ടിരിക്കുന്നത് പണക്കൊഴുപ്പിൻ്റെയും വർണ്ണ ഇതിൻ്റെയൊക്കെ കലോത്സവമാണ്. ഇവിടെ സാധാരണ ജനങ്ങളുടെ കുട്ടികൾ, അവരുടെ മക്കൾ, കൂലിപ്പണിക്കാരുടെയൊക്കെ നമ്മുടെ കേരളത്തിലുള്ള അവർക്കും കൂടെ എത്തേണ്ട രീതിയിലേക്ക് ഈ കലോത്സവം മാറേണ്ടതുണ്ട്. രശ്മി വിചാരിക്കുന്നുണ്ടാവും ഇദ്ദേഹത്തിന് ഇതിൽ പ്രതിഷേധിച്ച് ഇനി വരാതിരിക്കുന്നത്. ഒന്നും കണ്ട അടുത്ത പ്രാവശ്യം ഈ വർഷങ്ങളായിട്ട് കലോത്സവം കാണുന്ന ഒരാളെന്ന നിലയിൽ തിരുവനന്തപുരത്ത് ഇത്രത്തോളം വർഷങ്ങൾക്ക് ഇപ്പുറം കലോത്സവം സംഘടിപ്പിക്കുമ്പോൾ അതെങ്ങനെ ഒരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അതായത് തിരുവനന്തപുരത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1998 അന്ന് എം പത്മിനി തന്നെയായിരുന്നു അന്നും കലാതിലകം. ഇപ്പൊ 4ാമത്തെ തവണയാണ് തിരുവനന്തപുരത്ത് കലോത്സവം കാണുന്നത്. 98 കണ്ടു, 2009 കണ്ടു, 2016 കണ്ടു, ഇപ്പൊ 2025 വന്നു. അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മലബാർ മേഖലകളിലേക്ക്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഉള്ള അത്ര ഒരു ജനം നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടിയല്ലോ. അപ്പൊ ഏതായാലും അദ്ദേഹം ഇനിയും നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വർഷം എവിടെയാണെങ്കിലും അവിടെ ഉണ്ടാവും, ഉഷാറായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? എന്തായാലും കലോത്സവം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി ഇപ്പൊ എനിക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായി, എല്ലാ രീതിയിലും എല്ലാ ചാനലുകളും ഒക്കെ ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മളെ കാണുന്നു, എടുക്കുന്നു, ബൈറ്റ് എടുക്കുന്നു, സ്റ്റോറി ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ കലോത്സവം, കലാകേരളം എനിക്ക് ഒരു ഇടം തന്നു. അതായത് ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, കലയുമായിട്ട് ബന്ധമില്ല, പഠിച്ചിട്ടില്ല. ഇതൊക്കെ ആണെങ്കിലും ഈ കലോത്സവത്തിന്റെ ഭാഗമായി എന്നുള്ളത്, കലാകേരളം ഒരു ഇടം തന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊരു അത്ഭുതമാണല്ലോ, എങ്ങനെയൊക്കെയാണ് ഈ കലോത്സവത്തെ ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. കലാ ആസ്വാദകർ എന്ന നിലയിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരന്തരം പിന്തുടരുന്ന തരത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന രീതിയിലെല്ലാം തന്നെ എത്രത്തോളം മനോഹരമായാണ് കലോത്സവത്തെ ഓരോരുത്തരും മനോഹരമായി ഹൃദയത്തിൽ ഇടം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് കൃഷ്ണരാജ്. നമ്മോടൊപ്പം ചില കുട്ടി അതിഥികൾ കൂടിയുണ്ട് അല്ലേ? ആരൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താ പേര്? ജസ്ന, അനുശ്രീ, അനഘ, അഷ്ടമി, ഹിബ ബാബു, ശ്രാവൺ കെ ബിനോയ്, ഏബൽ. ശരി, ഇവരെ വേഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഐറ്റം എന്നുള്ളത്. സംഘമാണ് ഇവര്. അതെ, കൃഷ്ണരാജ് ചോദിക്കുന്നുണ്ട് സമൂഹ ഗാനമല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ല, സംഘഗാനമാണ്. കൃഷ്ണരാജ് പഴയ സ്കൂളാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ 2000 കിഡ്സ് കുറെ കാലമായില്ലേ. അപ്പോ നിങ്ങളുടെ സ്കൂളിന് ഏതെന്ന് ഞാൻ പറയാം, BSS ഗുരുകുലം ആലത്തൂർ പാലക്കാട്. ആ സ്കൂളിൽ ഒരു സന്തോഷം പറയാനുണ്ട്. എന്താ അത്? അത് തുടർച്ചയായി 11 വർഷം കപ്പടിച്ചതാണ്. ഇത് 12ാമത്തെ വർഷമാണ്. തീർച്ചയായും അത് HS കപ്പ്, ഓവറോൾ കപ്പ് BSS ഗുരുകുലത്തിനാണ്. അപ്പോൾ ഈ വർഷവും അത് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് തുടർച്ചയായി 11 വർഷം BSS ഗുരുകുലം ആലത്തൂർ പാലക്കാടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ബെസ്റ്റ് സ്കൂൾ ആകുന്നത്, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ ആകുന്നത്. അപ്പോൾ ആ സ്കൂൾ ഇത്തവണയും അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്
പ്രധാനപ്പെട്ട പോയിന്റ് നേടിക്കൊടുത്ത പക്ഷെ കൃഷ്ണരാജ് വേറൊരു കാര്യം കൂടിയുണ്ട്. അവർ പറയാതെ തന്നെ ആ സസ്പെൻസ് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗുരുകുലം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്കോർ നിലയുമായി ബന്ധപ്പെട്ടും അവരുടെ കഴിവും മികവും എല്ലാം ബന്ധപ്പെട്ട ഒരു സ്റ്റോറി കൊടുത്തിരുന്നു. അത് വളരെയധികം വ്യൂസ് നമുക്ക് നേടി തരികയും ചെയ്തു. നിങ്ങളുടെ സ്കൂളിനെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. അവർ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടാണെങ്കിലും നമ്മളത് പൊളിച്ചു. ഒന്ന് സിൽവർ ഹിൽസ് കോഴിക്കോടും ഒന്ന് BSS ഗുരുകുലവും. ശരി, നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോകാം. സംഘഗാനം ഹൈസ്കൂൾ വിഭാഗം A ഗ്രേഡ് നേടിയ ആ ഇനം. ജീവിതമൊരു തീയലയായി മാറിടുമൊരു നേരമീ നോവുമാത്മാവെരിയുമളവായി തിങ്ങിടുന്നു നെഞ്ചമാകെ ജീവിത പെരുനോവുകൾ ജീവിതത്തിൻ നോവകറ്റാൻ ലോകമാകെ വെന്നിടാനും നോവുകൾക്കൊരു മറുമരുന്നായി നെഞ്ചമാകെ തിങ്ങിടേണം ജീവിതത്തിൻ ലഹരികൾ. അല്ല, നിങ്ങൾ ഈ താമരക്കുരുവിക്ക് തട്ടമിട് പോലൊരു പാട്ട് നേരത്തെ പാടിക്കേട്ടല്ലോ. അപ്പൊ അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സ്പെഷ്യൽ പെർഫോമൻസ്, ഇവരുടെ സ്പെഷ്യൽ പെർഫോമൻസ് ഇപ്പോൾ ഒരു കുറച്ചുകൂടി ഒന്ന് താണ പാട്ടായിരുന്നു. കുറച്ച് ആവേശം വരട്ടെ. എന്ത് ആവേശം? ശരി, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ എണ്ണം വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വെച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. തകർത്തു. ആദ്യം ഒന്ന് താണുപോയ പാട്ടിനെ നമ്മളൊന്ന് ഉയർത്തിയെടുത്തു അല്ലേ? ആ ഒരു ആവേശത്തിലെ പാട്ട് പോലും വളരെ ശാന്തമായി സമാധാനത്തോടെ ഈ വൈബ്, ഇപ്പൊ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞില്ലേ, വൈബിന് മുൻപ് കേട്ട ഒരു വൈബ് വാക്കാണ് ഇല്യൂമിനാറ്റി എന്നത്. അതെ അതെ. മാത്രമല്ല നമ്മുടെ മിഥുൻ അയ്യപ്പനാണ് ഈ തന്ത വൈബ് നമ്മുടെ കലോത്സവത്തിലേക്ക് ഇടിച്ചു കയറ്റിയത്. പക്ഷേ തന്ത വൈബ് തന്തയായിട്ട് വന്നിട്ട് വീണ്ടും തന്ത വൈബിലേക്ക് മിഥുൻ അയ്യപ്പൻ പോയത് ആക്ഷേപം. അതിനും താഴെയാണ് ഇവര്. അപ്പോ യൂത്തിലേക്ക് പോകുന്നവരുടെ വൈബാണ്. അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു വൈബ് ഒന്നുമില്ല, എല്ലാവരും വൈബ് തന്നെയാണ്. നമ്മള് വേദിക്ക് മുന്നിൽ ഒരു വൃദ്ധനായ ഒരാൾ വന്ന് പരമാവധി ഊർജം പുറത്തെടുത്തു. അതെ, ഇന്നലെ നമ്മുടെ പവലിയനിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലരായി നൃത്തം ചെയ്തതെല്ലാം നമ്മുടെ എനിക്കൊന്നൊരു 50-60 വയസ്സിന് മുകളിലേക്കുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വൈബ്. സുകുമാർ അഴീക്കോട് പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൽ 3 വരി പറയുന്നുണ്ട്. കുട്ടികളും യുവാക്കളും അവരുടെ നാളുകളെ സ്വപ്നം കാണുന്നു. വൃദ്ധർ മധ്യവയസ്കർ അവരുടെ ഇന്നലകളിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ ആരാലും ചിന്തിക്കപ്പെടാതെ ഓരോ ഇന്നും കടന്നു പോകുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾ ഇന്നിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം. ഓരോ ഇന്നിനെയും നെഞ്ചിലേറ്റണം. ചിന്തിക്കണം അല്ലേ? ഭാവിയിലും നമ്മൾ എന്താകണം അതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുകയും വേണം. പക്ഷേ നമുക്ക് തോന്നുന്നു കൃഷ്ണരാജ്, ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർമാർ തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. ചവിട്ട് നാടക വേദിയിൽ അവരും കൂടി അതിനോടൊപ്പം ചേർന്ന് നമ്മുടെ റിപ്പോർട്ടർമാരായ അതെ, അതേ ഒരു യുദ്ധം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ടിൻഡു ദാസും മിഥുൻ അയ്യപ്പനും തമ്മിൽ ഉണ്ടായി. ആ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരികെ വരാം. നീ എന്റെ വാർത്തക്ക് മറുവാർത്ത ചെയ്യൂലടി ടിൻഡു. ചെയ്യുമടാ, നീ കോട്ടയത്ത് നിന്ന് വന്നിട്ട് നീ കുറെ ആലോടാ തിരുവനന്തപുരത്ത് കളിക്കാൻ. നിന്റെ വാർത്തക്ക് ഞാൻ മറുവാർത്ത ചെയ്ത് നിന്നെ ഞാൻ അരിഞ്ഞു വീഴ്ത്തുമെടാ. പറ്റില്ലടി, പറ്റത്തില്ല. അല്ല, ഇവിടെ എന്താ യുദ്ധാണാ? ഇതാണോ യുദ്ധം? ഞാൻ കാണിച്ച യുദ്ധം എന്നാ യുദ്ധം കണ്ടിട്ട് വരാൻ ബാക്കി. തകതിന്ദ തകതമിതാ തയ്യത്താ മൃതഗതദിഗിണ
சிரசர்வென்னுரை பகர்ந்த கச்சடங்களே வாரும் சிரசர்வென்னுரை பகர்ந்த கச்சடங்களே வாரும் திட்டமுடனே கொட்டும் படையல் செய்யும் புரிவு நாங்கள் திட்டமுடனே கொட்டும் படையல் செய்யும் புரிவு நாங்கள் தன்னை 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 தானாய் தன்னை 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 தானாய் தன்னை 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 தானாய் தன்னை 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 தானாய் தன்னை 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 தன்னோ தானாய் தன்னை 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 എന്തൊരു യുദ്ധമായിരുന്നു ഇത്? എന്താ സംഭവം? കഥ എന്താണെന്ന് പറഞ്ഞേ. അത് അൽബ്രാത്ത് കാറൽസ്മാൻമാർക്ക് 2 രാജാക്കന്മാരുണ്ട്. അൽബ്രാത്ത് രാജാവ് ആദ്യം കാറൽസ്മാന്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി. അപ്പോൾ അതിന് ഇതായിട്ട് കാറൽസ്മാൻ രാജാവ് യുദ്ധം ചെയ്തു. സത്യത്തിന്റെ ഭാഗം അതിൽ വിജയിച്ചു. അതിന് ഉള്ള ഒരു കഥ വെച്ചിട്ട് ഉള്ള ഒരു നടൻ. ഈ യുദ്ധം നിങ്ങൾ ശരിക്കും യഥാർത്ഥ യുദ്ധം പോലെ തന്നെയായിരുന്നു? നല്ല ചവിട്ടി പൊളിക്കന്നെയായിരുന്നല്ലോ ചെയ്ത്? അതെ അതെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രാക്ടീസ് ഒക്കെ സ്കൂളിലായിരുന്നു. ആശാൻ വരും 6 മാസത്തോളമായി. 6 മാസം നീണ്ടു നിന്ന യുദ്ധം. മഹാഭാരത യുദ്ധം പോലും ഇത്ര ഇല്ലാന്നായിരുന്നു അറിയാം. ഞാനും നീയായിട്ട് എത്ര ദിവസത്തെ യുദ്ധം? 2 ദിവസമായി ഞങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിട്ട്. ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം എങ്ങനെയുണ്ട്? ജില്ലയിലൊരു യുദ്ധം ചെയ്തു, സംസ്ഥാനത്ത് വന്നൊരു യുദ്ധം ചെയ്തു. ഏത് യുദ്ധമായിരുന്നു ഏറ്റവും വാശിയുള്ള യുദ്ധം? സംസ്ഥാനത്തെ യുദ്ധം. ഇവരിപ്പോ നിങ്ങൾ എത്ര പേരാ മുഴുവനും? 10. 10-ല് 9 സ്ത്രീകളോട് ഒരു പുരുഷൻ യുദ്ധം ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അനന്തഗോപാൽ, CHS അടിഞ്ഞാൽ സ്കൂൾ, കാസർഗോഡാണ്. ഈ മത്സരത്തിനപ്പുറം ഈ 9 പേരോടെ ഈ 3 ഘട്ടങ്ങളിലും അനന്ത് മത്സരിച്ചിട്ടുണ്ടല്ലേ? ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനും മിഷൻ എന്റെ ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനും മിഷൻ നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തി പൻവാരാ നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തി പൻവാരാ എന്റെ ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനും മിഷൻ എന്റെ ഷെയ്പ്പുകൾ പടൈത്തൽ ബ്രാത്തനും മിഷൻ നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തി പൻവാരാ നാഗർ കൊണ്ടിടാതെ എങ്കൾ മണ്ഡലാത്തി പൻവാരാ കാരസ്മാന്റെ യുദ്ധം കഴിഞ്ഞു, അൽബ്രാസും പോയി. ഇനി നമ്മുടെ യുദ്ധം തുടരും. ക്യാമറമാൻ വിവേക് നിയമത്തോടൊപ്പം മിഥുൻ അയ്യപ്പനും ടിൻഡു ദാസും. ശരി, അപ്പോൾ 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മളിപ്പോൾ കണ്ടത് യുദ്ധമല്ല, മിഥുൻ അയ്യപ്പനും ടിൻഡു ദാസും തമ്മിലുള്ള യുദ്ധം. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതായാലും നമുക്കൊപ്പം ഒരു കുട്ടി കൂടിയുണ്ട് പെർഫോമൻസുമായി. മോണോ ആക്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ കൃഷ്ണ സാനിയ, GVHSS കയ്പമംഗലം, തൃശ്ശൂരിലെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെർഫോമൻസിലേക്ക് പോകാം. ഓക്കെ. എന്റെ മലദേവങ്ങളെ, ഹീങ്കള് കണ്ണു തുറന്നൂലോ, ഹേങ്കട പ്രാർത്ഥന കേട്ടല്ലോ. ചെങ്ങായിയെ പെണ്ണു പെറ്റൂന്ന് ഞാനേ ആസ്പത്രിയിൽ പോയി വരാം. ചേട്ടാ, ഒരു കുഞ്ഞുടുപ്പ്, കുറച്ച് കരിവള, ഒരു കിലുക്ക, എത്രയായി? ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഉണ്ടായിരുന്നൊക്കെ തീർന്നല്ലോ. നീ ഏതറ കട്ടിയേ? നിന്നെ കാണുമ്പോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ചുണ്ടും പതിഞ്ഞ മൂക്കും കാപ്പി തലയെ മുടിയും ഈ കാട്ടുവാസി ഒരു കള്ളനാന്ന തോന്നുന്നത്. നമ്പീശ, അവരെ ഒന്ന് പിടിച്ചു നിർത്തിക്കേ. ഇവിടെ കുറെ സാധനങ്ങൾ കാണാനാവുന്നുണ്ട്. അവന്റെ സഞ്ചിലെന്നത് നോക്കണം. ചേട്ടാ, കള്ളനല്ല, ഒന്നും എടുത്തിട്ടില്ല. കൊഴന്തേ കള വന്നതാ. കൊഴന്തക്കുള്ള ഉടുപ്പും കിലുക്കിയൊക്കെ അത്. എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെ പറയല്. ഓനെ കണ്ടറിഞ്ഞൂടെ ഓരോ കള്ളനാന്ന്. ഒന്നും എടുത്തിട്ടില്ല ചേട്ടാ, കള്ളനല്ല ചേട്ടാ.
ശരി മോളെ, ഏതായാലും വളരെ സന്തോഷം. ആ ആത്മാർത്ഥതയുടെ അങ്ങേയറ്റത്താണ് ഓരോ കലാകാരനും. അപ്പോൾ അതിന്റെ പരമാവധി പുറത്തെടുക്കാൻ ഇങ്ങനെ ഒരു ചാനൽ മൈക്കിന് മുന്നിൽ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ പോലും ആ ശബ്ദം ഉറക്കെ പുറത്തെടുക്കാൻ, വീണ് അഭിനയിക്കാനൊക്കെ മനസ്സ് കാണിച്ചത് വലിയ കാര്യമാണ് കൃഷ്ണസാനിയ. മോളെ, ഇത് ഈ വിഷയം എവിടെയാണ് പറഞ്ഞു നിർത്തുന്നത്? ഇത് ആദിവാസികൾക്കെതിരെ ഒരു ഇതാണ്. അപ്പോൾ കടമനിട്ടയുടെ കുറത്തി എന്ന കവിതയെ അവലംബിച്ചുകൊണ്ടാണിത്. ഇതിൽ ഏറ്റവും വലിയ ദിവസം എന്താ അറിയോ, കൃഷ്ണസാനിയെ സംസാരിക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. സാധാരണ സംസാരിക്കുമ്പോ എന്തൊരു കുലീനത്വമാണ്, ശബ്ദം പോലും ഞാൻ 4 വട്ടം ചോദിച്ചിട്ടാ സ്കൂള് എന്നതിന് മുമ്പ് അറിഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് പതിയാണ്. മോളെ, എല്ലാവിധ ആശംസകളും. ഏതെങ്കിലുമൊക്കെ സിനിമയിലോ അങ്ങനെ ഏതെങ്കിലും തിയേറ്റർ ആർട്ടിലോ ഒക്കെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒക്കെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഏതായാലും കഴിഞ്ഞ 1 മണിക്കൂറിലധിക നേരവും നമ്മൾ കലോത്സവ വാർത്തകൾ തന്നെയായിരുന്നു നൽകിയത്. കുട്ടികളുടെ പെർഫോമൻസ്, അവരുടെ മികവ് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. നോക്കി വരാം പ്രധാന വാർത്തകൾ. HMV വൈറസ് രോഗബാധയിൽ പ്രതിരോധം ശക്തമാക്കി കേരളം. ഗർഭിണികൾ, കുട്ടികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കണം. നിരീക്ഷണത്തിന് ആരോഗ്യ വിദഗ്ധരുടെ പ്രത്യേക സംഘം. ബെവറേജസ് കോർപ്പറേഷനിലെ സ്ഥലം മാറ്റ ഉത്തരവിന് പുല്ലുവില. തീയതി കഴിഞ്ഞിട്ടും ഉത്തരവ് പാലിക്കാതെ CITU AITUC സംസ്ഥാന നേതാക്കൾ. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കുടുംബാംഗങ്ങളെ സ്വാധീനിക്കാൻ നേതാക്കളുടെ ശ്രമം. ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ സത്യമെന്ന കുടുംബം. MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ BJP. ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കുടുംബം. SIT അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ബന്ധു ജനം TVയോട്. LDFിന് പിന്നാലെ തീവ്ര ഇസ്ലാമിക സംഘടനകളെ ഒപ്പം നിർത്താൻ UDFും. PV അൻവറെ മുന്നണിയിലെത്തിക്കുന്നത് SDPI വോട്ടുകൾ ലക്ഷ്യമിട്ട്. കേരള കോൺഗ്രസ് എമ്മിനെയും വെൽഫെയർ പാർട്ടിയെയും വലയിലാക്കാനും ശ്രമം. നേപ്പാളിലും ടിബറ്റിലും ഭൂചലനം. നേപ്പാളിലെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.1 തീവ്രത. ഡൽഹിയിലും അസമിലും നേരിയ ചലനം. പ്രഭവ കേന്ദ്രം നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ സിയങ്. തുടർ ഭൂചലനങ്ങൾക്കും സാധ്യതയെന്ന് സൂചന. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ ജനകീയ ഇനങ്ങൾ കാണാൻ സഹൃദയർ. കലോത്സവത്തിന് നാളെ കൊടിയിറങ്ങും. ശരി, എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു ഡോക്ടറുടെ വീടാണ്. ഇവിടെ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് തലയോട്ടിയും മറ്റും സൈക്കോ സിനിമകൾ കാണുന്ന ഒരു പ്രതീതിയാണ്. സിനിമകളെക്കാളും വലിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഇനി പോലീസിന്റെ നീക്കം എന്താണ്? നിലവിൽ പോലീസ് എന്താണ് പ്രതികരിക്കുന്നത്? ഇത് പൂട്ടിക്കിടന്ന വീടാണ്, ഇത് ഡോക്ടറുടെ വീടാണ്. ഇതിന് പിന്നിൽ ഈ ശരീരം, മറ്റ് ശരീര അവയവങ്ങൾ എവിടേക്കെങ്കിലും ഉപേക്ഷിച്ചു എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് തുടരുന്നത്, അല്ലേ?
ദേവിക, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ചോറ്റാനിക്കര എരുവേലിയിലുള്ള മംഗലശ്ശേരി വീട്ടിൽ നിന്നും ഇത്തരത്തിൽ അസ്ഥിക്കൂടം കണ്ടെത്തിയത്. വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ, അതായത് ഈ വീട് ഏകദേശം 20 വർഷത്തോളമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഫിലിപ്പ് ജോൺ എന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം എറണാകുളത്താണ്, കൊച്ചിയിലാണ് ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ, 20 വർഷത്തിലധികമായി തന്നെ ഇവർ ഇവിടെ നിന്ന് പോയതാണ്. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഇടയ്ക്ക് വന്നു പോകും എന്നതല്ലാതെ ഈ വീട്ടിൽ താമസമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ വീട് മാറുന്നു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി ഇവിടെ ഒരു പരിശോധന നടത്തുകയും ആ സമയത്ത് ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഇത്തരത്തിൽ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഒരു തലയോട്ടിയും ഒപ്പം നട്ടലിന്റെ എല്ലുകൾ കൂടാതെ ഈ വിരലിന്റെ അടക്കമുള്ള ചെറിയ എല്ലുകൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഏതായാലും ഇതിൽ ചില കാര്യങ്ങൾ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഈ പോലീസിന്റെ ഒരു പ്രാഥമികമായ പരിശോധനയിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം വർഷങ്ങളോട് 20 വർഷത്തിലധികം പഴക്കമുള്ളതായിരിക്കാം ഈ അസ്ഥികൂടങ്ങൾ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഉള്ളത്. മാത്രവുമല്ല, ഇത് ഒരു ഡോക്ടർ കുടുംബത്തിൻ്റെയാണ്. ഡോക്ടർ ഫിലിപ്പ് ജോണും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാം തന്നെ ഡോക്ടർമാരാണ്. ഈ മക്കൾ രണ്ടുപേരും ഇപ്പോൾ വിദേശത്താണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇവർ പഠന ആവശ്യങ്ങൾക്ക് മറ്റും ആയിട്ട് കൊണ്ടുവന്നതായിരുന്നോ ഈ അസ്ഥികൂടങ്ങൾ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഏതായാലും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫോറൻസിക് സംഘം എത്തി ഈ സ്ഥലത്ത് നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ ഫിലിപ്പ് ജോണിനെയും മൊഴി എടുക്കുന്നതിന് വേണ്ടി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കൂടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഏതായാലും ഒരു ദുരൂഹത, അത്തരത്തിൽ ഒരു സംഭവം, ഈ ദുരൂഹത ആദ്യഘട്ടത്തിൽ തോന്നിയിരുന്നു എങ്കിൽ പോലും ഈ കൂടുതൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത് ഈ അസ്ഥികൂടം അടക്കമുള്ള കാര്യങ്ങൾ ഇത് വർഷങ്ങളുടെ പഴക്കം ഉള്ളതാണ്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾ ഇവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം ഈ അസ്ഥികൂടങ്ങൾ എന്നുള്ളൊരു സംശയത്തിലേക്കാണ് പോലീസ് സംഘം എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം കൂടുതലായി നടത്താൻ പോലീസ് ശ്രമിക്കുന്നു. പക്ഷെ മറുവശത്ത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് പഠനാവശ്യങ്ങൾക്ക് കൊണ്ടുവന്നതാണോ എന്ന സംശയം കൂടി ബാക്കിയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. വീണ്ടും നമ്മൾ കലോത്സവ വാർത്തകളിലേക്ക് പോവുകയാണ്. കലോത്സവ ആഘോഷത്തിനിടയിൽ നമുക്കൊരു ഗായകനെ കിട്ടിയിട്ടുണ്ട്. അതായത് SPBയുടെ ശബ്ദമെന്ന് ഞാൻ പറയും, പ്രേക്ഷകർ പറയും. SPBയുടെ കടുത്ത ആരാധകൻ കൂടിയാണ് ശ്രീ മണക്കാട് ഗോപൻ. ആ ശബ്ദം നമ്മളൊന്ന് കേട്ടേ മതിയാകൂ. എത്രയോ വട്ടം കേട്ടിരിക്കുന്നു, എത്ര കേട്ടാലും മതി വരാത്ത ശബ്ദം. ആ പാട്ടുകളിലേക്ക് നമുക്കൊന്ന് പോകണം. ആദ്യം കലോത്സവ നഗരിയിൽ എത്തിയപ്പോൾ ഓർമ്മയിൽ വന്നത് എന്ത് എന്നൊരു ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കലോത്സവം വീണ്ടും വന്നതിൽ. എന്നെ സംബന്ധിച്ചോളം ഞാൻ 10ാം ക്ലാസ് വരെ അങ്ങനെ വേദികളിലൊന്നും പാടാത്ത ഒരു ആളായിരുന്നു. അന്ന് ഒരു മ്യൂസിക് ടീച്ചറെ, ഞാൻ പഠിച്ച വിദ്യാരാജ സ്കൂളിലായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഒരു ഫ്രീ പീരീഡിൽ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം നമ്മളതിന് മുമ്പേ ഈ ഇൻട്രോൾ സമയത്തൊക്കെ ഫ്രണ്ട്സ് എല്ലാം വെച്ചാൽ നമ്മളിങ്ങനെ ഡെസ്കിലൊക്കെ താളമൊക്കെ പിടിച്ച് പാടുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം വന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞ് ഗോകുമാർ പാട്ട് പാടും. അങ്ങനെയാണ് സാറിൻ്റെ മുമ്പേ പാട്ടൊക്കെ പാടി. ഇവിടെയാണ് ഗോപകുമാറിൽ നിന്ന് ഗോപനിലേക്കുള്ള മാറ്റം നിമിത്തമായി. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ട് എന്താ കോമ്പറ്റീഷനൊന്നും പോകാത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മുൻകൈ എടുത്ത് കുറേ കോമ്പറ്റീഷനൊക്കെ എന്നെ വിട്ടത്. അപ്പോൾ അത് പോയെടുത്തെല്ലാം എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലായിടത്തും സമ്മാനങ്ങളും ഒക്കെ കിട്ടി. അപ്പോൾ അത് ജീവിതത്തിൽ അതാണ് എൻ്റെ ജീവിതത്തിലൊരു വഴി. പണ്ട് മുതലേ കുട്ടിക്കാലം നമുക്ക് സംഗീതം ഇഷ്ടമാണ്, അന്ന് മുതലേ ആസ്വദിക്കും, പാടും ഒക്കെ ചെയ്യുമെങ്കിലും വീട്ടിലിരുന്നുള്ള പാട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു മാറ്റമായി ശരിക്കും. എന്ന് വെച്ചാൽ പണ്ടൊരു പഴഞ്ചൊല്ലാണ്, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ പോലെ രണ്ടും എന്തോ ആ ഒരു സന്ദർഭത്തിൽ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ ഈ കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടികൾക്ക് മുന്നിൽ ആദ്യം പാടണമെന്ന് തോന്നിയ പാട്ട്? ഞാൻ അന്ന് പാടിയത് അന്ന് വസന്തഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ തരംഗിണി ഇറക്കിയോ. അന്ന് തരംഗിണി ഒരുപാട് നല്ല ലളിതഗാനങ്ങൾ ഇറക്കുമായിരുന്നു. അപ്പോൾ അതിൽ രവീന്ദ്ര മാസ്റ്റർ, ബിജു തിരുമല, അവരുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞ എല്ലാ പാട്ടുകളും നല്ലതാണ്. അപ്പോൾ അതിൽ
മാമാങ്കം പലകുറി കൊണ്ടാടി എന്നുള്ളൊരു പാട്ടാണ്. അപ്പം അതിൻ്റെ ഒരു 4 വരി പാടാം. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനരിയ മണൽത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. ഇനി SPBയിലേക്ക് നമുക്ക് പോകാതെ പറ്റില്ലല്ലോ. SPB ഏറ്റവും അധികം സ്നേഹിക്കുന്ന, SPB എവിടെ വന്നാലും പോയി കാണാൻ ആഗ്രഹിച്ചിരുന്ന, അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളാണ് മണക്കാട് ഗോപൻ. ഇപ്പോൾ SPBയുടെ ഒരു പാട്ട്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ വേറൊരു വലിയൊരു ഭാഗ്യമാണ് സാറുമായിട്ട് പരിചയപ്പെടാനും പിൽക്കാലത്ത് സാറിൻ്റെ പാട്ടുകൾ കൂടെ എല്ലാവരും ഇഷ്ടപ്പെടാനും സാധിച്ചതിൽ വലിയൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ മലയാളം പാട്ടുകൾ തന്നെയാണ് പാടി തുടങ്ങിയെങ്കിലും പിൽക്കാലത്തെ നമ്മുടെ ഒരു കൂടുതൽ സാമ്യത SPB സാറിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ, ലൈവായിട്ട് പാടുമ്പോഴത്തേക്ക് അതൊരു എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് സാറിൻ്റെ പാട്ടുകൾ കൂടുതൽ പാടുകയും എല്ലാത്തിനെയും കുറിച്ച് 2 വരി വീതം പാടാം സാറിൻ്റെ. ഓംകാരനാദാനുസന്താനമൗഗാനമേ ശങ്കരാഭരണമോ. ഓംകാരനാദാനുസന്താനമൗഗാനമേ ശങ്കരാഭരണമോ. ശങ്കരാഭരണമോ ശങ്കരകളനികളമോ ശ്രീഹരിപദകമലമോ രാഗരത്നമാലിക തരളമോ ശങ്കരാഭരണമോ ശങ്കരാഭരണമോ. ഇളയനില പൊഴിയിരതി ഉല പോകുമേകം കനക്കാണുമേ വിഴ കാണുമേ വാനമേ. ഇളയനില പൊഴിയിരതി നിലാവിവാ സെല്ലാദേവാ എന്നാളും பொன்வானம் நான் என்னை நீதான் பிரிந்தாலும் நினைவாலே அழைப்பே நிலாவேவா செல்லாதேவா. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ അവിടെ മനുഷ്യരുണ്ടോ അവിടെ മതങ്ങളുണ്ടോ. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ
மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி ஏழு ஸ்வரந்தான் பாடுமோ பெண்மையின்றி மண்ணில் இன்பமேதடா கண்ணை மூடி கனவில் வாழுமானிடா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி ஏழு ஸ்வரந்தான் பாடுமோ என் காதலே என்னை என்ன செய்ய போகிறா நான் ஓவியன் என்று தெரிந்துமே ஏன் கண்ணீரண்டை கேள்கிறா சிலுவைகள் சிறகுகள் ரெண்டில் என்ன தரப்போகிறா என் காதலே என்னை என்ன செய்ய போகிறா நான் ஓவியன் என்று தெரிந்தே ஏன் കണ്ണീരണ്ടൈ കേൾക്കിറാ. സത്യത്തിലെ ഈ വേദി MDയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ്. MD നിള എന്നാണ് പ്രധാന വേദി അറിയപ്പെടുന്നത്. പക്ഷേ ഈ സംഗീത പ്രതീകത്തിന് മുന്നിൽ വേദിക്ക് പുറത്തെ വിശാലതയിൽ ശരിക്കും SPBക്ക് ഒരു ഗാനാർച്ചന അർപ്പിക്കുകയായിരുന്നു ജനൻ TVയും മണക്കാട് ഗോപനും ചേർന്ന്. വളരെയധികം നന്ദി. എത്ര കേട്ടാലും മതി വരാത്ത SPBയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ശബ്ദത്തിൽ പാടിയതാണ്. അത് അനുകരണമല്ല, അതങ്ങനെയാണ്. മണക്കാട് ഗോപൻ്റെ ശബ്ദത്തിൻ്റെ സൗന്ദര്യം അതങ്ങനെയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നിമിഷം അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനാർച്ചന നടത്താനായതിൽ വളരെ 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 സന്തോഷം. ഞങ്ങൾ അഭിമാനിക്കുന്നു. അങ്ങയോടൊപ്പം ഈ പ്രഭാതത്തിൽ 10 മിനിറ്റ് നേരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. എപ്പോഴും ജനൻ TVയുടെ ഒരു പ്രോത്സാഹനം എപ്പോഴും എൻ്റെ സംഗീത ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്. അത് ഇന്നിവിടെ വന്നപ്പോഴും ആ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി, സന്തോഷം. ശരി, അപ്പോൾ മണക്കാട് ഗോപൻ ഇന്ന് പങ്കെടുക്കുന്ന നമ്മളെ കലോത്സവത്തിന് പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാവിധ ആശംസകളും. ഇതൊരു മത്സരമായിട്ട് മാത്രം കാണുക. അവരുടെ ജീവിതത്തിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ കലോത്സവത്തിന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള അതിലുപരി നമുക്ക് ഇവിടെ വരുന്ന എല്ലാവരുമായിട്ട് കാണുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സന്തോഷം, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ഈ കലോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു. ശരിയാണ്, ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതും ഇന്ന് രാവിലെയും അത് പറഞ്ഞതാണ്. ഇത് മത്സരവേദിയല്ല, ഉത്സവവേദിയാണ്. ആഘോഷിക്കൂ, പങ്കെടുത്ത് മടങ്ങിപ്പോകൂ, നിങ്ങളുടെ പരമാവധി പെർഫോം ചെയ്യൂ. വളരെ നന്ദി ശ്രീ മണക്കാട് ഗോപൻ. ശരി, എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട് കൃഷ്ണൻ. പക്ഷെ അതിനെല്ലാം മുമ്പ് ഒരിടവേള. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നാണ് ഇന്നത്തെ പുത്തൻപുലരി. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം, 1 മണിക്കൂറല്ല അതിലധികവും നമ്മൾ കലോത്സവ വേദിയിൽ നിന്നാണ് ചേർന്നത്. പക്ഷെ ഇനി നമുക്ക് ഈ കലോത്സവം എല്ലാം മാറ്റിക്കൊണ്ട് ഇനി രാജ്യവും രാജ്യാന്തരവും ഒക്കെ കണ്ടിട്ട് വരാം അല്ലെ. രാജ്യം, രാജ്യാന്തരം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഒരു അന്തർദേശീയ വാർത്തയിലേക്ക്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു എന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്. പാർട്ടിയിൽ നിന്നും പിന്തുണ നഷ്ടമായതോടെയാണ് അദ്ദേഹത്തിന്റെ രാജി. കുറെയൊക്കെ അവർക്ക് തിരിച്ചടി കൊടുത്ത് ഇങ്ങനെയാണ് എന്ന് കണ്ടോ എന്ന് പറയുന്ന ഒരു വാർത്ത കൂടിയാണത്. ജസ്റ്റിൻ ട്രൂഡോയുമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അതെ, മാത്രമല്ല ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും രാജിവെക്കുന്നുവെന്ന് ട്രൂഡോ അറിയിച്ചിരിക്കുകയാണ്. ആ ട്രൂഡോയുടെ വാക്കുകളിലേക്ക് കൂടി എത്തിയതിനു ശേഷം നമുക്ക് തിരികെ എത്താം. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. Last night I asked the president of the Liberal Party to begin that process. This country deserves a real choice in the next election, and it has become clear to me that if I'm having to fight internal battles, I cannot be
the best option in that election. ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഈ ഒരു മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത് ചെറിയ വാർത്തയല്ല, വലിയ വാർത്തയാണ്. ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല പാർട്ടി നേതൃത്വ സ്ഥാനത്ത് നിന്നുകൂടി താൻ രാജിവെക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ദേവിക, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായൊരു രാഷ്ട്രീയ കാർമേഘം ഉരുണ്ടുകൂടുകയായിരുന്നു കാനഡയ്ക്ക് മുകളിൽ എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ബാക്കിപത്രം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നതും നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത് പാർട്ടി നേതൃസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അത് ഇന്നലെ രാത്രിയോടുകൂടി അത്തരത്തിലൊരു നിലപാട് അദ്ദേഹം അറിയിക്കുകയും രാജിയിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന്, അതായത് ബുധനാഴ്ചയ്ക്ക് മുൻപ് രാജി തീരുമാനമുണ്ടാകുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി അതിൻ്റെ പശ്ചാത്തലം, അതായത് ഏത് രീതിയിലാണ് ഈ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങളെന്ന് പരിശോധിക്കുമ്പോഴാണ് ഏറെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ വരുന്നത്. നമുക്കറിയാവുന്നതാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ക്രിസ്റ്റ്യ ഫ്രീലാൻഡ്, അദ്ദേഹത്തിൻ്റെ തന്നെ ധനകാര്യമന്ത്രി, രാജിവെച്ചത്. ധനകാര്യമന്ത്രി രാജിവെക്കുന്നതിന് കാരണമായത് നമുക്കറിയാവുന്നതാണ്. ട്രംപ് 25% താരിഫ് ചുമത്തുന്നൊരു സാഹചര്യമുണ്ടായി കാനഡയ്ക്ക്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നതിന് 25% നികുതി ചുമത്തുമെന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇത്തരത്തിൽ 25% നികുതി ചുമത്തിയിരുന്നു. ചൈനയ്ക്കും 10% നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. ഈ 25% നികുതി ചുമത്തിയ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ശക്തമായി ട്രൂഡോയ്ക്കും അതുപോലെ തന്നെ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ്, അതായത് ട്രൂഡോയുടെ ധനകാര്യമന്ത്രിക്കും ഇടയിലുണ്ടായി എന്നതാണ് ഒരു പെട്ടെന്ന് ഈ ഒരു വിഷയം ഉയർന്നു വരാനുള്ളൊരു സാഹചര്യമായി കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരസ്പരം ഈ ആശയക്കുഴപ്പം അതിശക്തമായതോടുകൂടി അത് സർക്കാരിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നു എന്ന വിഷയം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് കാനഡയിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ലോക മാധ്യമങ്ങളും ഇതെല്ലാം തന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ എത്തുന്നൊരു സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലം കൂടി വളർന്നു വന്നതോടെയാണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടി പോലും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത്. നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻ നേതാവ് കൂടിയും എംപിയും കൂടിയായ ജഗ്മീത് സിംഗ് വളരെ കൃത്യമായി അദ്ദേഹം രാജിവെക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സാങ്കേതികമായി ചില അവിശ്വാസ നീക്കങ്ങളെല്ലാം തന്നെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ കൂടി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ രാജി അനിവാര്യമാണ് എന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിന്നിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിലാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ രാജി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഭാരതവുമായി വലിയ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അവസാന കാലഘട്ടങ്ങളിൽ അതിസങ്കീർണമാവുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, കനേഡിയൻ എംബസി ആക്രമിക്കുന്നു, കാനഡയിൽ ഇന്ത്യൻ എംബസി ആക്രമിക്കുന്നു, ഇന്ത്യൻ എംബസി ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഔട്ട്റീച്ച് പരിപാടികളെല്ലാം തന്നെ ആക്രമിക്കുകയും അതിനെ കായികമായി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ സാഹചര്യം ഉണ്ടാകുന്ന ഖാലിസ്ഥാൻവാദികളുടെ നീക്കങ്ങളോട് അത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണം നടത്തി കർശനമായ നടപടികളിലേക്ക് നീങ്ങാതിരിക്കുക, അതുപോലെ തന്നെ അവിടെ നിന്നുണ്ടാകുന്ന വലിയ തോതിലുള്ള, നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻവാദികളെല്ലാം തന്നെ കാനഡയിൽ വൻതോതിൽ ഐസൻ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ജസ്റ്റിൻ ട്രൂഡോ അധികാരം ഒഴിയുന്നു, പാർട്ടിയുടെ നേതൃസ്ഥാനവും ഒഴിയുകയാണ്. ഇത് താൽക്കാലിക പിന്മാറ്റമാണോ അതോ ട്രൂഡോ യുഗം അവസാനിക്കുന്നു? കൃഷ്ണരാജ്, ട്രൂഡോ യുഗം നിലവിൽ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. താൽക്കാലികമായ പിന്മാറ്റം ഒരിക്കലുമല്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്ത് സാങ്കേതികമായി, അതായത് ഒരു കാവൽ മന്ത്രിസഭയുടെ സ്വഭാവത്തിൽ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ തന്നെയാണ്. ലോക സംവിധാനങ്ങളിലെല്ലാം തന്നെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹയർ എക്സിക്യൂട്ടീവ് രാജിവെക്കുമ്പോൾ അടുത്ത ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത് വരെ അവിടെ തുടരുക എന്നതാണ്. അത്തരത്തിലൊരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ 2 പദവികളും അദ്ദേഹം രാജിവെക്കുന്നു, സാങ്കേതികമായി രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു, ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ അന്തസത്ത എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ കലുഷിതാവസ്ഥ, അതായത് സ്വന്തം പാർട്ടി ലിബറൽ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ഖാലിസ്ഥാൻവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ഖാലിസ്ഥാൻവാദികളുടെ പിന്തുണ, ആ ഒരു വോട്ട് ബാങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒന്നൊന്നായുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ സംഘർഷാവസ്ഥ കാനഡയിൽ ഉണ്ടാക്കുകയും അത് ഭാരതത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ഖാലിസ്ഥാൻ ഭീകരൻ്റെ മരണത്തിൽ ഭാരതത്തിന് നേരിട്ട് പങ്കുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തുന്നു. അത് ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണെന്ന് പറയുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ ചില നിലപാടുകൾ ഭാരതത്തിൻ്റെ ആ ഒരു അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വലിയ തെറ്റായ ചില നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിരൂക്ഷമായ പ്രതികരണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യ തലങ്ങളിൽ അതല്ലെങ്കിൽ നയതന്ത്ര തലങ്ങളിലും അല്ലാതെയും ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ അതിശക്തമായൊരു വിമർശനം ലോകം മുഴുവനും വിളിച്ചു വരുത്തുകയും അമേരിക്കയിൽ നിന്ന് പോലും
പോലും ഇത്തരത്തിൽ വിമർശനങ്ങൾ തൊട്ടടുത്ത രാജ്യത്തു നിന്ന് പോലും വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്ത ഒരു വലിയ കാലഘട്ടം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അവസാന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് ക്രിസ്റ്റ്യ ഫ്രീലാൻഡിൻ്റെ രാജി, അതുപോലെ തന്നെ ഈ ഖാലിസ്ഥാൻവാദികളുടെ എതിർപ്പ്, അത്തരത്തിലുള്ള ഒന്നൊന്നായി പ്രശ്നങ്ങളിൽ നിന്നും നിലനിൽപ്പില്ലാത്ത നിൽക്കുന്നിടത്തു നിന്നും മണ്ണൊലിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായിരിക്കുന്നത്. രാജി കേവലം ഒരു ധാർമ്മിക വിഷയമല്ല, ജനാധിപത്യപരമായ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടു, കാനഡിയൻ ജനതയുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അത്തരം സർവേകളെല്ലാം പുറത്തു വരുന്നുണ്ട്. കാനഡയിലെ ജനങ്ങൾ വല്ലാതെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന ഒരു റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങളും പഠനങ്ങളുമെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു എന്ന വാർത്ത. വീണ്ടും നമ്മൾ കലോത്സവ വാർത്തകളിലേക്ക് വരികയാണ്. നമുക്കിപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, നടനഭൂഷണം ഗായത്രി സുബ്രഹ്മണ്യം. മാഡം സ്വാഗതം. അപ്പോൾ ആകർഷണീയ ഇനങ്ങളും പ്രധാന ഇനങ്ങളും ഉണ്ട്, പക്ഷെ വേദി ഒന്നിൽ എപ്പോഴും ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, മോഹിനിയാട്ടം ഇതൊക്കെയാണ് നടക്കാറ്. ഈ നൃത്ത ഇനങ്ങൾ എന്തുകൊണ്ട് കലോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകും? കാഴ്ചഭംഗി, ദൃശ്യ ഭംഗി ഉള്ള ഒരു കലാരൂപമാണ് നൃത്തം. എന്ന് വെച്ചാൽ ശ്രവ്യകല, ദൃശ്യകല എന്ന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ചെവിക്ക് കേട്ട് അത് മധുരം നൽകുന്ന ഒരു കലയാണ് ദൃശ്യകല. അത് സംഗീതം ഒക്കെ അതിൽ പെടുന്നതാണ്. അതേസമയത്ത് നമുക്ക് അഭിനയ പ്രാധാന്യമുള്ള നൃത്തങ്ങളും നടനങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യകലയിലാണ് പെടുന്നത്. നമുക്ക് കാണുന്നതിൽ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഇത്തരം നൃത്തവേദികളിലാണ് ആസ്വദിക്കുന്നവരുടെ എണ്ണം ഒരുപാടുണ്ട്. പക്ഷേ എപ്പോഴും അണിയറയിൽ നൃത്തവേദികളിൽ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിൽ നൃത്തവേദികളിലെ ഇനങ്ങളിലാണ് എപ്പോഴും വിവാദങ്ങൾ കൂടുതലും ഉയർന്നു കേൾക്കുന്നത്. അത് ശരിയല്ലേ? ശരിയാണ്. അതിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നോക്കും. ക്വാളിഫൈഡ് ആയിരിക്കും, ഡിഗ്രി ഉണ്ടാവും, PG ഉണ്ടാവും, പക്ഷേ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് അനുഭവ സമ്പത്ത് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേണം. ഈ കലാരൂപത്തിൽ, ഈ കലയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ കലയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. നമ്മൾ കളിക്കുന്നത് പോലെ കുട്ടികൾ കളിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അവരുടെ പ്രായവും അവരുടെ പക്വതയും അവരെ കുട്ടികളായിട്ട് തന്നെ കാണും. ആ കുട്ടികൾ കളിക്കുമ്പം അതിൻ്റെ ലെവലിൽ വേണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ. അല്ലാതെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു PG സ്റ്റുഡൻറ്റ് കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ PG കഴിഞ്ഞ ഒരാൾ കളിക്കുന്ന പോലെ ആ തരത്തിലായിരിക്കരുത്. അതായത് ഈ ഒരു അവരുടെ മികവിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്നത് തടയിടുകയാണ് പലപ്പോഴും അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ, അല്ലേ? അതാണ് ശരി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇരിക്കുമ്പോൾ നമ്മളുടെ ശരി, നമ്മൾ എങ്ങനെ കളിക്കണം, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ കളിക്കേണ്ടത്, ഏതിനെയാണ് നമ്മൾ കൂടുതൽ കണ്ട് അതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ശരിയെന്ന് കാണുന്നത്. അപ്പം അതേ വ്യൂ പോയിന്റിലൂടെയാണ് കുട്ടികളെ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ കുറവാണ്. കാരണം ഈ PG കഴിഞ്ഞ ഉടനെ ഉള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ഈ കുട്ടികളുമായിട്ട് ഒന്നും +2 പഠിക്കുന്ന കുട്ടികളുമായിട്ടൊന്നും വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ ഒരേ തലത്തിലാണ് അവർ ഈ പിള്ളേരെയും കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കാണേണ്ടത് അങ്ങനെയല്ല, അവരെ കുട്ടികളായിട്ട് തന്നെ കാണണം, അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ഇടയിലാണ് അവർ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇത്രയും വരെ എത്തുന്നത്. അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ജഡ്ജ് ചെയ്യാനിരിക്കാൻ. ശരി, ഈ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുച്ചിപ്പുടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും കേരള നടനവും ഒക്കെ അരങ്ങേറിയ വേദിക്ക് മുന്നിലാണ്. അപ്പോൾ ഈ വേദിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഓർമ്മകളിൽ വരുന്നത് എന്താണ്? ഓർമ്മകളിൽ ഞാൻ ഒരുപാട് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കലോത്സവങ്ങൾക്ക് ജഡ്ജായിട്ട് പോയി ഇരുന്നിട്ടുണ്ട്. അപ്പം ഓരോ വേദികളിലും നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഓരോ കുട്ടികൾ ചെയ്യുന്ന പെർഫോമൻസ്, ഓരോ കുട്ടികൾ അവിടെ വന്ന് നിന്ന് ബുദ്ധിമുട്ടുന്ന പാരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് നമ്മൾ അവരെ നോക്കില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും, ഓരോ കുട്ടികളുടെ അവസ്ഥകൾ മനസ്സിലാവും. മാത്രമല്ല ഒരു മാനസിക സമ്മർദ്ദം കൂടി അവർക്ക് വരുന്നില്ലേ? ഇത് തരണം ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വേണ്ടേ?
വേണം, ഉറപ്പായിട്ടും വേണം. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, അത് ഏറ്റവും കൂടുതൽ വേണ്ടത് അവർ ഒരു റിലാക്സേഷനാണ് അവർക്ക് വേണ്ടത്. ഈ ഡാൻസിലൂടെയൊക്കെ എന്ന് വെച്ചാൽ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് അസൂയ, അധർമ്മം, അത്യാഗ്രഹം തുടങ്ങിയ ദുർഗുണങ്ങൾ അകറ്റാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ് പഞ്ചമവേദമായ നാട്യവേദം. അപ്പം ഈ വേദത്തിലൂടെ ഒരു മനുഷ്യൻ്റെ സന്തോഷം അതാണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. അവൻ ദുഷ്ടചിന്തകളിലേക്ക് പോവാതിരിക്കാനും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പം ഒരു നൃത്തത്തിന് വേണ്ടിയിട്ട് ഇടനിലക്കാരെ വയ്ക്കുക, അവരിലൂടെ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും സമ്മാനം മേടിക്കാനുള്ള ഒരു പാടുപെടുക. അപ്പം ഇതെല്ലാം ദുഷ്ടതരമാണ് കാണിക്കുന്നത്. അപ്പം ഒരു കല ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ദുഷ്ടതരം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദുഷ്ടചിന്തകൾ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ പഞ്ചമവേദമായ നാട്യവേദം. ആ വേദത്തിനെ വെച്ച് തന്നെ കൂടുതലായിട്ട് ദുഷ്ടചിന്തകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഒരു ചോദ്യം കൂടി, അതായത് ഈ ഞങ്ങൾ ഈ തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, ഒരു സന്ദേശം, അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പക്ഷെ ഇത് മത്സരവേദിയല്ല, ഉത്സവവേദിയാണ് എന്നെല്ലാവരും തിരിച്ചറിയണമെന്നാണ് മാഡത്തിന്റെ അഭിപ്രായം. അതെ, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല, ഇവിടെ ഈ പങ്കെടുക്കുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് ഈ ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് എത്ര കുട്ടികൾക്ക് അറിയാം. പലർക്കും അത് കളിക്കുന്ന രാഗം ഏതാണ്, താളം ഏതാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ നമുക്ക് കുറേ നിയമങ്ങളുണ്ട്. ഈ കോസ്റ്റ്യൂമിലൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് ഇവർ. അങ്ങനെയൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല. ഒരു നിയമമുണ്ട്, കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ തന്നെ ആവണം. ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ ഫ്രില്ലുണ്ടല്ലോ, ആ ഫ്രില്ലാണ് ആൺകുട്ടികൾക്ക് നടുക്ക് ഇപ്പോൾ വയ്ക്കുന്നത് കേരള നടനത്തിന്. ഒരിക്കലും അത് പാടില്ല. നമ്മൾ കഥകളിയിൽ ഒറ്റനാക്ക് എന്ന് പറയും, ആ ഒറ്റനാക്കാണ് ശരിക്കും ആൺകുട്ടികൾക്ക് സെൻട്രലായിട്ട് വയ്ക്കുന്നത്. അപ്പം അതൊക്കെ മാറ്റി ഇപ്പോൾ തോന്നിയ പോലെയൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈഡ് ആണ്. അത് കുട്ടികൾക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ജഡ്ജസിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ടീച്ചേഴ്സിന് അറിയാലോ, ജഡ്ജസിന് അറിഞ്ഞൂടാന്ന് പറയരുത്. കാരണം അറിഞ്ഞൂടെങ്കിൽ ജഡ്ജസായിട്ട് വന്നിരിക്കാൻ പാടില്ല. ജഡ്ജസ് അറിഞ്ഞൂടെങ്കിൽ പിന്നെ ഇരുന്നിട്ട് എന്താ കാര്യം. അപ്പം ഒരിക്കലും ജഡ്ജസായിട്ട് ഇരിക്കുന്നവർക്ക് അറിയാതിരിക്കാൻ പാടില്ല, അവർ അറിഞ്ഞേ പാടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ കാണിക്കാം. ഏതായാലും ഒരു കാര്യം പറയുന്നുണ്ട്, കലകളെ, പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളെ അതേപടി ആ നിയമാവലിക്കുള്ളിൽ നിർത്തി തന്നെ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്നുണ്ടാകുന്ന വ്യതിചലനങ്ങൾ ആ കലയോട് കാണിക്കുന്ന ചെയ്തിയാണ്. മാത്രമല്ല കൃഷ്ണൻ, നമ്മൾ ഈ വളരെ പ്രസക്തമായി കാണേണ്ട മാഡത്തിന്റെ ഒരു വാക്കുണ്ട്. കാരണം ഇതെല്ലാം ഈ അസൂയ, ദുഷ്ടചിന്തകൾ അകറ്റി നിർത്താൻ വേണ്ടിയുള്ളതാണ് കല. പക്ഷെ ഇപ്പോൾ കല വച്ചുകൊണ്ട് കൂടുതൽ ദുഷ്ടപ്രവർത്തികളിലേക്ക് കൂടി ഇപ്പോൾ കടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവ വേദികൾ. കാരണം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളുടെ ഇടമാണത്. അവിടേക്ക് കൂടി ഈ ദുഷ്ടചിന്തകളും ദുഷ്ടപ്രവർത്തികളും കൊണ്ടുവരരുതെന്നൊരു അഭ്യർത്ഥന കൂടി. രക്ഷകർത്താക്കൾ തമ്മിലുള്ള മത്സരമാകരുത്, ജഡ്ജസിന്റെ അതായത് ചതി അതിലേക്ക് വന്നുപെടാൻ പാടില്ല. അതായത് സ്കൂളുകൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ അത്രത്തോളം ആരോഗ്യമില്ലാത്ത അതിരുകടന്ന മത്സര ബുദ്ധി ഒരിക്കലും നന്നല്ല. എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കുചേർന്നതിന് വളരെയധികം നന്ദി. രാജ്യാന്തരത്തിൽ നിന്നുകൊണ്ട് വീണ്ടും കലോത്സവ വേദിയിലേക്ക് വരേണ്ടി വന്നു. വീണ്ടും നമ്മുടെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടിയുണ്ട്. അതായത് ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രി രാജിവെച്ചു എന്നതാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു അപായ സൂചനയുടെ ലക്ഷണം കാണുന്നുണ്ട് ജസ്റ്റിൻ ട്രംപ്. അപ്പോൾ ആ അവസരം മുതലെടുത്ത് ഒന്ന് പറയുന്നു, US-ന്റെ 51ാം സ്റ്റേറ്റ് ആകാൻ കാനഡയെ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കനേഡിയൻ പൗരന്മാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗമാകാൻ കനേഡിയൻ പൗരന്മാർക്ക് നികുതി ഭാരം ഉണ്ടാകില്ല, റഷ്യ ചൈനീസ് ഭീഷണിയും കാനഡയ്ക്ക് ഉണ്ടാകില്ല, അങ്ങനെ പറയുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ. വിവരങ്ങളുമായി ഐസൻ ജോസ് വീണ്ടും ചേരുകയാണ്. ഐസൻ, കനേഡിയൻ പ്രധാനമന്ത്രി രാജിവെച്ചതിന് പിന്നാലെ അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ്. കൃഷ്ണരാജ്, അത്തരത്തിലൊരു സൂചന തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളാണുള്ളത്. 50 സ്റ്റേറ്റുകൾക്ക് കൂടെ 51ാമത്തെ സ്റ്റേറ്റ് ആകാൻ കാനഡയെ ക്ഷണിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം അധികാരത്തിലെത്തിയാൽ 25% നികുതി
അല്ലെങ്കിൽ പ്രത്യേക താരിഫുകൾ കാനഡയ്ക്ക് ചുമത്തുമെന്ന് അറിയിച്ചിരുന്നു. ആ അറിയിപ്പ് തന്നെയാണ് അവിടെ രാഷ്ട്രീയ കലുഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയതും ക്രിസ്റ്റി ഫ്രീലാൻഡ് ധനകാര്യമന്ത്രിയുടെ രാജിയും അതുപോലെ തന്നെ തുടർന്നുണ്ടായ ഓരോ പ്രശ്നങ്ങളും അവസാനം ജസ്റ്റിൻ ട്രൂഡോയുടെ തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും. അത്തരത്തിൽ അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ കാനഡയ്ക്ക് ഇത്തരത്തിലുള്ള ഭാരങ്ങൾ, നികുതി ഭാരം ചുമക്കേണ്ടി വരില്ല. മാത്രമല്ല തൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് പോലെ പറഞ്ഞ് അദ്ദേഹം പ്രചരണം നടത്തിയിരുന്നത് പോലെ തന്നെ അമേരിക്ക ഒരു വലിയ മഹത്തായ രാജ്യമാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിൻ്റെ ഗുണം കനഡിയൻ ജനതയ്ക്കും ലഭിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വാഗ്ദാനം. തീർച്ചയായും ഇത്തരത്തിലുള്ള നികുതി ഭാരം ഉണ്ടാകില്ല, അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാകാനുള്ളൊരു സാധ്യത കാനഡയ്ക്ക് കൂടി തുറന്നു കൊടുക്കുന്നു എന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രായോഗികതയെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് ഇന്നോ നാളെയോ നടപ്പാകുമെന്നൊന്നും നമുക്ക് കരുതുകയും വയ്യ. പക്ഷേ അത്തരത്തിലൊരു സന്ദേശം അദ്ദേഹം നൽകുന്നതിൽ നിന്നും കൃത്യമായൊരു സൂചന നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ വായിച്ചെടുക്കാൻ സാധിക്കും. കാനഡയിൽ തങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയെ അതിരൂക്ഷമായി എതിർക്കുന്ന ഒരു സർക്കാരിനെ നിലനിർത്താതിരിക്കുക അല്ലെങ്കിൽ അതിന് സമാനമായ പ്രശ്നങ്ങളെ ഒഴിവാക്കുക എന്ന കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം, ഒരു ഫോർകാസ്റ്റഡായ രാഷ്ട്രീയ നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് അദ്ദേഹം വളരെ കൃത്യമായി ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ഈ ഒരു രീതിയിലുള്ള സാഹചര്യം, അതായത് ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടത്തിനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത് എന്നതാണ്. ഇതുവരെ നമ്മൾ അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഇതൊന്നും ചർച്ച ചെയ്ത് കേൾക്കാത്ത ഒരു സാഹചര്യം കൂടിയാണിത്. ഇത് ഏത് രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സ്വഭാവത്തിലാണോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ലയിക്കുകയാണോ, ഏത് രീതിയിലാണ് ഇത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ചർച്ചകൾ വരാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ക്ഷണം അദ്ദേഹം നൽകുന്നു എന്നത് കാനഡയെ സംബന്ധിച്ചിടത്തോളം, കാനഡയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാമതൊരു ചിന്തയ്ക്കുള്ള വഴി തുറക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത കാനഡയിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാട്, അതിശക്തമായ ഭീകരവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. നമുക്കറിയാവുന്നതാണ് ഖാലിസ്ഥാൻ ഭീകരർക്കെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഖാലിസ്ഥാൻ്റെ ആ ഒരു പ്രവർത്തന സ്വഭാവം കാനഡയിൽ വളർന്നു വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടി പറയുമ്പോൾ അത് പറയുന്നത് ട്രംപ് ആകുന്നു എന്നതും കൂടിയാവുമ്പോൾ ഏറെ ഗൗരവം അത് അർഹിക്കുന്നു. അത് ഭീകരതയ്ക്കെതിരായ ഒരു പോരാട്ടത്തിൻ്റെ വശമായി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്, സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്. മറ്റൊരു പ്രധാന വിഷയം അമേരിക്കയ്ക്ക് വലിയ തോതിൽ വൈദ്യുതി വരുന്നത് കാനഡയിൽ നിന്നാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ട്രംപിൻ്റെ 25% നികുതി ചുമത്തുമെന്ന നിലപാടിനെ എതിർക്കാൻ ജസ്റ്റിൻ ട്രൂഡോ തുനിഞ്ഞത് ഈ നിയന്ത്രണത്തിൽ, അതായത് കാനഡയിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നൊരു നീക്കത്തിലൂടെയാണ്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. കാനഡയെ സംബന്ധിച്ചിടത്തോളം, കാനഡയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട്, ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതും ഇല്ലാതാക്കാൻ സാധിക്കും. അത്തരത്തിൽ വലിയ ചില കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ചിന്തകളുടെ അടിസ്ഥാനം എന്നത് എങ്കിൽ കൂടി ഇത് യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയെന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് അല്ലെങ്കിൽ വലിയൊരു തന്ത്രം തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് കൃത്യമായൊരു സമയത്ത് രാജിവെച്ചേക്കുമെന്ന സൂചന വന്ന സമയത്താണ് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആ കൃത്യമായ സമയത്ത് കൃത്യമായൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്നത് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ്. അത് പലതും അതിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നിരീക്ഷിക്കുമ്പോൾ, സ്വാഭാവികമായൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇതിൽ നിന്നും വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, ഐസൻ തുടരുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടി ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാൻ വംശജർക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. അദ്ദേഹം പറയുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവർ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ്. ഇലോൺ മസ്കും അതോടൊപ്പം തന്നെ പ്രശസ്ത എഴുത്തുകാരി കൂടിയായ JK റൗളിംഗ് അടക്കമുള്ളവർ ഈ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നതെല്ലാം അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത്. അവർ വലിയ പ്രതിഷേധത്തിലേക്കെല്ലാം കടന്നിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണകൂടം യാതൊരു വിധത്തിലുള്ള ഒരു ഇടപെടലും ഇതിൽ നടത്തുന്നില്ല എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐസൻ എന്തായാലും ആ ഒരു റിപ്പോർട്ട് കൂടി പരിശോധിക്കണം. ആദ്യം നമുക്ക് ആ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ എത്താം. But let's just to bring it in closer, and I will answer you on Jess Phillips in particular, because those that are spreading lies and misinformation as far and as wide as possible, they're not interested in victims, they're interested in themselves.
Those who are cheerleading Tommy Robinson, not interested in justice. They're supporting a man who went to prison for nearly collapsing a grooming case, a gang grooming case. These are people who are trying to get some kind of vicarious thrill from street violence that people like Tommy Robinson promote. And those attacking Jess Phillips, who I'm proud to call a colleague and a friend, not protecting victims. Jess Phillips has done 1,000 times more than they've even dreamt about when it comes to protecting victims of sexual abuse throughout her entire career. And so just as I took on the criminal justice system and the institutions when I was chief prosecutor, I'm prepared to call out this for what it is. ശരി ഏതായാലും ഒന്നും ബ്രിട്ടനിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. എന്നാണ് നമുക്ക് ഇപ്പോൾ PV അൻവർ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരുന്നു. PV അൻവർ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർ മൊത്തത്തിൽ അവിടെ ജീവിക്കാൻ കഴിയാതെ കിട്ടുന്ന വിലക്ക് ഇത് വിറ്റ് പൊറുക്കി താഴേക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഈ നിയമത്തിൻ്റെ വരാൻ പോകുന്ന നിയമത്തിൻ്റെ ഭീകരതയുടെ പ്രസക്തി ഏറുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയൊക്കെ CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ പറയുന്നത് കേട്ടു, അൻവർ 4 ആളില്ലാത്തത് കൊണ്ട് ഇതിന് ഇറങ്ങി തിരിച്ചതാണെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടെടുത്തപ്പോൾ, സെൻട്രൽ ഗവൺമെൻറ് നിലപാടെടുത്തപ്പോൾ ഈ പറയുന്ന കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളെ ഒരുമിപ്പിച്ച് വെസ്റ്റേൺ ഗട്ട്സ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ഫോറം എന്നൊരു ഫോറം ഉണ്ടാക്കി 2013 ഫോറം ഉണ്ടാക്കി കേരള ഇന്ത്യൻ സുപ്രീം കോടതിയിൽ കക്ഷി അതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് കക്ഷി ചേർന്നിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഗ്രീൻ ട്രിബ്യൂണൽ അന്ന് കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ യൂണിറ്റുകളെ വേർതിരിക്കണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വില്ലേജായിരുന്നു. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? നിങ്ങളും കൂടെ അത് മനസ്സിലാക്കണം. ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ റിസർവ് ഫോറസ്റ്റ് മാത്രമല്ല കേരളത്തിലുള്ളത്. 1977 ഇവിടെ നിയമങ്ങൾ ശക്തമായപ്പോൾ empty-ആയി കിടന്ന ഒരുപാട് ഭൂമികൾ, റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ, ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യർ ജീവിക്കുന്ന ഏരിയയിൽ 25 ഏക്കർ ഫോറസ്റ്റിന് കൊടുത്തു, 50 ഏക്കർ കൊടുത്തു, 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ കൊടുത്തു. എന്തിനേറെ പറയുന്നു, 2 ഏക്കർ ഭൂമി വരെ ആ കാലഘട്ടത്തിൽ റവന്യൂ ഇവർക്ക് കൈമാറി. ഇവിടെയൊക്കെ എന്ത് പറ്റി? വനവൽക്കരണം നടന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത്, ഒരു 100 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് 10 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും. അപ്പോൾ ഇടകലർന്നു മനുഷ്യജീവിതവും ഫോറസ്റ്റും ഇടകലർന്ന ഒരു സാഹചര്യം ഭൂമിശാസ്ത്രപരമായിട്ട് മാറിയ ഒരു സ്ഥലമാണ് കേരളം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, ജനങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഫോറസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേരളം. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റിസർവ് ഫോറസ്റ്റിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? അത് റിസർവായി കിടക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അത് എവർഗ്രീൻ ഫോറസ്റ്റായി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്യജീവികൾ വന്നുകൂടാൻ തുടങ്ങി. ഇതവിടെ ആവാസ വ്യവസ്ഥ അവരുടെ കേന്ദ്രങ്ങളായി മാറി. ഇത് വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഇവരെ തുരത്താനുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു വെച്ച ആ ഒരു റിപ്പോർട്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുൻപാണ് അൻവറിലേക്ക് കടന്നത്. ഐസൻ ചെയ്യുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് പാകിസ്ഥാൻ വംശജർക്കെതിരെ ഉണ്ടായ ബലാത്സംഗം, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. ഇലോൺ മസ്കും JK റൗളിംഗും അടക്കമുള്ളവർ മുൻപിലേക്ക് കടന്നു വരികയും ഈ ഭരണകൂടം ഇത്തരത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെ കുറെ ആരോപണങ്ങൾ ഇതിന് പിന്നാലെ വന്നിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും എന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അല്ലേ, ഇരകളെ അങ്ങ് അപ്പാടെ മറക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നുണപ്രചാരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ ഐസനോട് ചോദിക്കുന്നു. അതായത് ഈ രാജ്യത്ത് നടന്ന വലിയൊരു തെറ്റ്, അതിനെ മറച്ചു പിടിക്കാൻ വല്ലാതെ പാടുപെടുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി.
പക്ഷേ തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു എന്നാണ്. അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുന്ന ഒരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിലൂടെ മുഴുവനീളം നമുക്ക് കാണാൻ സാധിച്ചത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലുള്ള സൂചനകൾ തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 1400ഓളം വിക്ടിംസ്, അതായത് 1400ഓളം ഇത്തരത്തിൽ പാകിസ്ഥാൻ വംശജരുടെയും അത്തരത്തിലുള്ളവരുടെയും ബലാത്സംഗത്തിന് ഇരയായ അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരുടെ പെൺകുട്ടികളുണ്ട് എന്ന ഒരു വാർത്ത, അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വലിയൊരു ഭൂരിപക്ഷമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ 1400 കുട്ടികളുടെ ഈ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട രീതി ഇതായിരുന്നില്ല എന്നാണ് ജെ.കെ. റൗളിങ്ങും അതുപോലെ തന്നെ ഇലോൺ മസ്കും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ കുറിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാന വിഷയം ഈ ലേബർ പാർട്ടി നമുക്കറിയാവുന്നതാണ്. കെ സ്റ്റാമർ ഉൾപ്പെടുന്ന ലേബർ പാർട്ടി തന്നെ 2022 പോലും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യം, അതായത് ആവശ്യപ്പെട്ടിരുന്നത്, അതായത് ദേശീയ തലത്തിൽ ഒരു ആവശ്യം ഉയർന്നിരുന്നത് അതിൻ്റെ ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ, അതായത് ഈ പീഡനത്തിനിരയായ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ ആവശ്യപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നൊരു ആവശ്യം, ഇത് കേവലം ഒരു കുറ്റകൃത്യം മാത്രമായി അതിനെ അഭിസംബോധന ചെയ്തത്. അത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. ഈ 1400 കേസുകളും കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വിചാരണകളും മറ്റു പരിപാടികളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 1400 കേസുകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. അതൊരു ദേശീയ തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് ബ്രിട്ടനെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന വിഷയമാണ് ഈ പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ, പ്രതിപക്ഷവും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വാദിക്കുന്നവരും ഈ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്നവരും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. ആ ആസൂത്രണത്തിൻ്റെ ഭാഗം കുറേ കൂടി വളരെ അധാർമികമായ വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് പ്രക്ഷേപണം നടത്താൻ സാധിക്കാത്ത അത്രയും അധാർമികമായ പ്രവൃത്തിയുടെ ഭാഗമായാണ് ആ പ്രവൃത്തികൾ നടന്നത് എന്ന ഒരു ഗൂഢാലോചന, അതിനുവേണ്ടിയുള്ളൊരു ഗൂഢാലോചന നടന്നു. അതിനെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണം, ഇതിൻ്റെ ഗൂഢാലോചന സംഘം ചേർന്ന ഒരു കുറ്റകൃത്യമാണോ ഇത് എന്ന് കൃത്യമായി തെളിയിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തണമെന്നൊരാവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. ആ ആവശ്യത്തെയാണ് ഈ നിഷേധാത്മക നിലപാടുമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് വലിയ വിമർശനമായി വരുന്നത്. 2022 വരെ തങ്ങൾ പോലും ആവശ്യപ്പെട്ടിരുന്ന ഒരു ആവശ്യത്തിൽ ഒരു നിലപാടിൽ നിന്നും പിന്തിരിഞ്ഞ് ഇത്തരത്തിലൊരു സമീപനം എടുക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ് എന്നതാണ് ഏറെ ഗൗരവമായൊരു വിഷയം. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു വോട്ട് ബാങ്ക് കൺസോളിഡേഷൻ, മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് കൺസോളിഡേഷനുകൾ കൃത്യമായി നടത്തുന്ന ഒരു സാഹചര്യം ഈ ലോകത്ത് മുഴുവൻ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കൺസോളിഡേഷന് വേണ്ടിയുള്ള ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കൺസോളിഡേഷനാണ് തങ്ങളുടെ, അതായത് കെ സ്റ്റാമറുടെ ഈ അടുത്ത കാലങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് കാരണമെന്നും ഈ പ്രതിപക്ഷം കൃത്യമായി ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം ഈ ഒരു ദേശീയ അന്വേഷണം പോലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള വലിയ ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിയുക എന്ന് അവർക്ക് നൽകിയ വാഗ്ദാനം തന്നെയാണ്, ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ അക്രമികൾക്ക് നൽകിയ വാഗ്ദാനം തന്നെയാണ് എന്ന അതീവ ഗുരുതരമായൊരു ആരോപണമാണ് വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങിയത്. എടുത്തു പറയേണ്ടത് കുട്ടികൾ ഏറെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിരവധി കുട്ടികളായുള്ള ആരാധകരുള്ള ഹാരി പോട്ടർ സീരീസിൻ്റെ ലേഖിക ജെ.കെ. റൗളിംഗ് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ തന്നെ അത് കുട്ടികളുടെ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് അവർ അതിശക്തമായൊരു ഇടപെടൽ നടത്തിയത്. സ്വാഭാവികമായും ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും അത് കൃത്യമായ നിലപാടുകൾ തങ്ങളുടെ സമൂഹ മാധ്യമ കുറിപ്പുകളിലൂടെ അറിയിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതികരണവുമായി കെ സ്റ്റാമർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നുണപ്രചരണങ്ങളാണ്, ബന്ധങ്ങളാണ്. ഇതിൻ്റെ ലക്ഷ്യം മറ്റെന്തൊക്കെയോ പൊളിറ്റിക്കൽ നേട്ടങ്ങളാണ്. അതായത് വ്യക്തിപരമായ ചില നേട്ടങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങളും മാത്രമാണ്. അതായത് ജെ.കെ. റൗളിങ്ങിനും അതുപോലെ ഇലോൺ മസ്കിനും എല്ലാം ചില വ്യക്തിപരമായ ലക്ഷ്യങ്ങളുണ്ട്. ആ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ്. ഇത് യാഥാർത്ഥ്യമല്ല. താൻ ചീഫ് പ്രോസിക്യൂട്ടറായിരുന്ന ഒരു കാലത്ത് ഈ സംഭവങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിരുന്നു എന്ന ഒരു അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ കൂടി ഇതിലെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഒരു ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ ഇത്തരത്തിൽ ഒരു ഭീകര സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ, ഇത്രയും ഭീകരമായ അല്ലെങ്കിൽ ഇത്രയും ദുഷ്ടലാക്കോടെയുള്ള ഈ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ഒരു നീക്കമുണ്ടാകുന്നു. അത് അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തെ, അതൊരു സംഘടിത കുറ്റകൃത്യത്തെ ആഗോളതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട രീതി ശക്തമായി തുടരേണ്ട ഒരു കുറ്റകൃത്യത്തെ കൃത്യമായി കണ്ടെത്തുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനുമുള്ള അന്വേഷണം ഉണ്ടാകുന്നതിൽ നിന്നും പിന്തിരിയുന്നു എന്നതാണ് കടുത്ത ആരോപണമായി ഉയരുന്നത്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഐസൻ ജോസ് ഒരുപാട് നേരം ഇനിയും നിന്നാൽ 3 ആങ്കർമാരെന്ന് ആൾക്കാർ വിചാരിക്കും. ദേവികയും കൃഷ്ണരാജും ഐസൻ ജോസും എന്ന് വിചാരിക്കും. അപ്പോൾ ഐസൻ ജോസ് വളരെ കൃത്യമായി രാജ്യാന്തര വാർത്തകൾ അധികവും നൽകി എന്നതാണ്. നമുക്ക്
ഇനി ദേശീയ വാർത്തകളിലേക്ക് വരാൻ തോന്നുന്നു. ഗൗതം അനന്തനാരായണൻ അല്പസമയം നമുക്കൊപ്പം ഉണ്ടാകും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും എന്നതാണ്. 29 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരും. ഗൗതം, BJP നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രഖ്യാപിക്കും മുമ്പേ തന്നെ ആദ്യ പട്ടികയും പുറത്തുവിട്ടിരുന്നു 29 സ്ഥാനാർത്ഥികളുടെ. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്നിപ്പോൾ നിർണായകമായ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം കൂടി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും മുൻപ് തന്നെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ, ഭരണകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി ആണെങ്കിലും മുഖ്യ പ്രതിപക്ഷമായ BJP ആണെങ്കിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണ പരിപാടികളിലേക്ക് ഡൽഹിയിൽ കാര്യങ്ങളെത്തി. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അല്പസമയം മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം നൽകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും മറ്റ് കമ്മീഷണർമാരും മാധ്യമങ്ങളെ കാണുന്നത്. ഏതായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനമാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഡൽഹിയിൽ പ്രധാനപ്പെട്ട മത്സരം ആം ആദ്മി പാർട്ടിയും BJPക്കും ഇടയിലാണ്. കഴിഞ്ഞ 11 വർഷമായി ആം ആദ്മി പാർട്ടി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന പ്രദേശമാണ് ഡൽഹി. എന്നാൽ BJPയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടുന്നു. 2014-ലും 2019-ലും ഈ കഴിഞ്ഞ 24-ലെ മെയ് മാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 ലോക്സഭാ സീറ്റിലും BJPയാണ് വിജയിക്കുന്നത്. പക്ഷേ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി വിജയിക്കുന്നു. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രാഷ്ട്രീയമാണ് രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു പോകുന്നത്. അതിനാൽ തന്നെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും സംഘർഷങ്ങളും രാഷ്ട്രീയപരമായ വാക്കുതർക്കങ്ങളും ഈ നേതാക്കൾക്കിടയിൽ കാലാകാലങ്ങളായി രൂപപ്പെടുന്നു എന്നതാണ്. എന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുൻപാണ് BJP അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ന്യൂഡൽഹി പോലെ കൽക്കാജിയൊക്കെ പോലെ, അതായത് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹിയിൽ മുൻ MP പർവേഷ് വർമ്മയെയും അതോടൊപ്പം തന്നെ കൽക്കാജിയിൽ മുഖ്യമന്ത്രി അതീഷി മത്സരിക്കുന്നിടത്ത് രമേശ് ബിദൂരിയെയും ഒക്കെയാണ് BJP കളത്തിലിറക്കിയിട്ടുള്ളത്. മുൻ MP-മാരെയും അതോടൊപ്പം ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ പഴക്കവും ചെന്ന നേതാക്കന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഡൽഹി നിയമസഭയിൽ അധികാരം പിടിക്കാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും നമുക്കറിയാം ഒരു ദേശീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് വളരെ തിരിച്ചടിയായിക്കൊണ്ട് ഡൽഹി മദ്യനയ അഴിമതി ഉൾപ്പെടെ വരികയും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ പാർട്ടിയുടെ മുൻനിര നേതാക്കൾ ഒറ്റയടിക്ക് ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ അഴിമതിയുടെ പാപഭാരം ആം ആദ്മി പാർട്ടി പേർന്ന ഒരു ഘട്ടത്തിൽ കൂടി വളരെ സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നത്. കൃഷ്ണരാജ്. ശരി ഗൗതം, മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം BJP മുൻ വക്താവ് നൂപുർ ശർമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഈ AAP സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അഴിമതി കേസിൽ അപ്പാടെ മുങ്ങി നിൽക്കുന്ന കെജ്രിവാൾ അടക്കം കൃഷ്ണൻ, നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ അഴിമതിയിലേക്ക് കടക്കുന്നതിനൊക്കെ മുൻപ് തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നോക്കൂ. കുടിവെള്ളം മുതൽ വായു മലിനീകരണം വരെ ഡൽഹി പോലെ രാജ്യ തലസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന രഹിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നൽകാൻ കഴിയാത്തൊരു സർക്കാർ എന്തിനാണ് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. AAP സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ആഹ്വാനമാണ് നൂപുർ ശർമ്മ മുന്നോട്ട് വയ്ക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഗൗതം, ഈ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു BJPയുടെ മുൻ വക്താവ്. കൃഷ്ണരാജെ, അത്തരമൊരു സന്ദേശമാണ് നുപൂർ ഇപ്പോൾ നൽകുന്നത്. നമുക്കറിയാം, നുപൂർ ശർമ്മ BJPയുടെ മുൻ ദേശീയ വക്താവും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ ഖുറാൻ വിരുദ്ധ പരാമർശം എന്നൊരു ആരോപണം നുപൂറിനെതിരെ ഉയർന്നത്. ഒരു ദേശീയ മാധ്യമത്തിന്റെ ചർച്ചയ്ക്കിടയിൽ നുപൂർ ശർമ്മ ഖുറാനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അതിന് മുൻപ് ഒരു മൗലവി സംസാരിക്കുമ്പോൾ ഈ മൗലവി കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും ഹൈന്ദവർ നടത്തുന്ന ശിവലിംഗ ആരാധനയെയും വളരെ മോശമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനെ വളരെ ഇകഴ്ത്തി കാട്ടിയുള്ളൊരു ചില വാക്കുകളാണ് ഈ മൗലവിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് മറുപടി നൽകുകയാണ് ശരിക്കും നുപൂർ ശർമ്മ ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ചാനൽ ചർച്ച കാണുന്ന എല്ലാ ആളുകൾക്കും
എല്ലാവർക്കും അത് കൃത്യമായി തന്നെ മനസ്സിലാകും. പക്ഷേ നുപ്പൂറിനെതിരെ ഇസ്ലാമിക മതമൗലികവാദികൾ ഭാരതത്തിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നുപ്പൂറിനെതിരെ നടപടി വേണമെന്ന രീതിയിൽ വലിയ പ്രതിഷേധം നടത്തുകയും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കുൾപ്പെടെ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് താൽക്കാലികമായി BJP അന്ന് ദേശീയ വക്താവ് എന്ന സ്ഥാനത്ത് നിന്നും നുപ്പൂറിനെ മാറ്റിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം BJP-യിൽ തന്നെ രൂപപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നുപ്പൂറിനെ എത്രയും വേഗം തിരികെ കൊണ്ടുവരണം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പദവികൾ നുപ്പൂർ ശർമ്മയ്ക്ക് നൽകണമെന്ന വികാരമാണ് പാർട്ടിക്കകത്ത് തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ നുപ്പൂർ ശർമ്മ തൻ്റെ എക്സിൽ ഈ ആം ആദ്മി സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വേണമെന്നും ഡൽഹിയുടെ സമഗ്രമായ വികസനത്തിന് അധികാര മാറ്റമുണ്ടാകണം, BJP അധികാരത്തിലെത്തിയേ മതിയാകൂ എന്ന ആഹ്വാനം എക്സിൽ നുപ്പൂർ ശർമ്മ കുറിക്കുകയാണ്. അത് വലിയൊരു പ്രതീക്ഷ അവരെ ഇഷ്ടപ്പെടുന്ന BJP പ്രവർത്തകർക്കും ദേശീയ സംഘടനകൾക്കുമൊക്കെ നൽകുന്നു. കാരണം നുപ്പൂർ വളരെ വൈകാതെ തന്നെ തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും എന്ന സന്ദേശം. ഒന്ന് ശ്വസിക്കാൻ അല്ലേ ശുദ്ധമായ ഒരു വായു പോലും ഇല്ലാത്തൊരു ഗതികേടിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനം. അതിൽ AP സർക്കാരിന് വളരെയധികം പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷെ സമയമാകുന്നു. എങ്കിലും ആ വാർത്ത ഒന്ന് സൂചിപ്പിച്ച് തന്നെ നമുക്ക് കലോത്സവ വേദിയിൽ നിന്നുള്ള പുത്തൻപുലരി അവസാനിപ്പിക്കാം. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ NCP ശരത് പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗവും വലിയ പ്രതിസന്ധിയിലായിരുന്നു. യഥാർത്ഥ ശിവസേനയാർ യഥാർത്ഥ NCP ആർ എന്ന ചോദ്യത്തിന് ഉത്തരം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഈ മാസം അവസാനത്തോടെ ശരത് പവാർ NCP വിഭാഗവും ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗവും NDA-യിലേക്ക് പോകുന്നു എന്നാണ്. വളരെ മുൻപ് തന്നെ നമുക്ക് അവിടെ അപ്പോഴും ഒറ്റപ്പെടുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഓർമ്മ വേണം. അപ്പാടെ പാളുകയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം. രാജ്യത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു നീക്കമാണ് ശരത് പവാറും ഉദ്ധവും ചേർന്ന് നടത്തുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ 9 മണി വാർത്തയിൽ കാണാം. ഏതായാലും കലോത്സവം ഇവിടെ ആഘോഷ തികവിൽ പിന്നിൽ കേൾക്കുന്നുണ്ട്. 1-ാം തീയതിയിൽ സമയകൃത്യത, ആവേശം, മത്സരം, ആഘോഷം. ശരി, നമുക്ക് പുത്തൻപുലരി ഇപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ കലോത്സവ വാർത്തകളുമായി പിന്നീട് വരാം. നമസ്തേ.